തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി യോഗ്യനായ ക്രിസ്തു എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതയെ വിസ്തരിക്കുകയായിരുന്നു. 1, അവൻ രക്ഷിപ്പാൻ യോഗ്യൻ. 2, അവൻ വീണ്ടെടുപ്പാൻ യോഗ്യൻ. ഇന്ന് പറയാൻ പോണത് അവൻ ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. 4, അവൻ യോഗ്യ മണവാളൻ. 5, അവൻ ന്യായം വിധിക്കുവാൻ യോഗ്യൻ. ഇനി 3 കാര്യം കൂടെ പഠിക്കാനുണ്ട്. 2 ദിവസം കൊണ്ട് 2 കാര്യമേ പഠിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി 2 ദിവസം കൊണ്ട് യോഗം നീട്ടുമ്പോൾ ഒരുമാതിരി കാര്യങ്ങൾ ഈ വിഷയത്തിൽ തീരും. പക്ഷേ ഇന്ന് അങ്ങനെ ഇനി ഒക്കത്തില്ല. നാളെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂടി വരാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പഠിച്ചു തീർക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ എല്ലാവരും നന്ദി പറഞ്ഞു. ഞാനും സ്പെഷ്യലായിട്ട് നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ എനിക്കിവിടെ സ്പോൺസർ എന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ മാസ്റ്റർ ജി വർഗീസ് അവർകളോടും തൻ്റെ കുടുംബത്തോടും എൻ്റെ നന്ദി ഈ അവസരത്തിൽ വ്യക്തിപരമായി അറിയിക്കുന്നു. കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയ യോഗങ്ങളുടെ ഭാരവാഹികളോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷ ഈ യോഗത്തിലേക്ക് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ തന്നെ കത്ത് മുഖാന്തരം എനിക്ക് വിസ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ക്ഷണിച്ച കർത്താവിൻ്റെ വിലയേറിയദാസൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയിച്ചായനോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും വത്സല്യ സഭയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് പണസംബന്ധമായും മറ്റ് സാധനങ്ങളാലും എന്നെ സഹായിച്ച് എൻ്റെ മിനിസ്ട്രിയെ മാനിച്ച് നാട്ടിലുള്ള എൻ്റെ മിനിസ്ട്രിയിൽ ഉൾപ്പെട്ട എൻ്റെ ടീം അംഗങ്ങളോട് മാന്യത കാണിച്ച വാത്സല്യ സഹോദരന്മാരിവിടെ ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും നാളെ കഴിഞ്ഞ് മറ്റന്നാളിൽ ഞാനിവിടുന്ന് ചിക്കാഗോയിലേക്ക് കടന്നു പോവുകയാണ്. ന്യൂയോർക്ക് പട്ടണത്തോട് ചില കാലങ്ങൾക്ക് യാത്ര പറയുന്നു. പിന്നെ കർത്താവ് അനുവദിച്ചാൽ മടങ്ങിപ്പോകുവാൻ ഇതിലെ വരുമ്പോൾ 1-2 യോഗങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. ആ യോഗങ്ങളിലും ഞാൻ സംബന്ധിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ദയവ് ചെയ്ത് ഇനി ആരും ഈ ഹോളിനകത്ത് യോഗം അറേഞ്ച് ചെയ്യരുത്. ഇവിടെ തന്നെ തുടർമാനം ഞാൻ 2-3 ആഴ്ച കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ടോ മാറ്റിയിട്ടോണം. അല്ല ഇത് തന്നെ കിട്ടുന്നതിലാക്കാതെ കൊണ്ട് ആരും തുടങ്ങരുത് എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. എവിടെയെങ്കിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി മീറ്റിംഗ് ഇടുക. ഇനി ഞാൻ നാളെ പോകുന്നതിന് മുമ്പ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അവർക്കും അഡ്വാൻസ് ആയിട്ട് നന്ദി അങ്ങ് പറയാം. കാരണം അന്നേരം പിന്നെ മൈക്ക് വെച്ച് കെട്ടാനും പറയാനോ നോക്കില്ല. അല്ല അങ്ങനെ അതുകൊണ്ട് അതോടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞങ്ങോട്ടേക്കാണ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ കർത്താവ് യോഗ്യൻ. നമ്മുടെ കർത്താവ് യോഗ്യൻ. വീണ്ടെടുക്കുവാൻ യോഗ്യനായ ക്രിസ്തു ആരാധിക്കപ്പെടുവാൻ യോഗ്യനാണ്. രക്ഷിപ്പാൻ യോഗ്യനെന്ന് തന്റെ ജനനം കൊണ്ട് തെളിയിച്ചു. വീണ്ടെടുപ്പാൻ യോഗ്യനെന്ന് തന്റെ മരണം കൊണ്ട് തെളിയിച്ചു. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. എന്നാൽ താൻ ആരാധിക്കപ്പെടുവാൻ ഉള്ള യോഗ്യത സൃഷ്ടാവ് എന്ന നിലയിലാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാനുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും. കർത്താവേ, നീ സൃഷ്ടാവും ഞങ്ങൾ സൃഷ്ടികളുമാകയാൽ സൃഷ്ടികളായ ഞങ്ങൾ സൃഷ്ടാവിനെ ആരാധിക്കുന്നു. ആരാധിക്കപ്പെടുവാൻ നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപാകെ ഇടുന്നു. ആരെ ആരാധിക്കണം
എന്നറിയാൻ പാടില്ലാത്തവരാരെയും കയറി ആരാധിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ എന്തും കയറി ചെയ്യും. ഈ വിഷയം വിശദീകരിക്കാൻ എനിക്ക് അവസരം പോരാകിയാൽ ഈ ഭാഗത്തെക്കുറിച്ച് വ്യക്തമായി നല്ല ഒരറിവ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ കടന്നു വന്നപ്പോൾ വളരെ സമയമെടുത്ത് തന്നെ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ച ഓഡിയോ കാസറ്റുകളും വീഡിയോ കാസറ്റുകളും ഈ വാത്സല്യ സഹോദരന്മാരുടെ കയ്യിൽ കാണും. ഇവർ ചെയ്യുന്ന ഒരു വലിയ മിനിസ്ട്രി ആകട്ടോ. നിങ്ങൾക്കിത് കേവലം തോന്നിയിരുന്നാലും ചിലരെയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് 2-3 കാസറ്റ് വാങ്ങിച്ച് കക്ഷത്ത് വെച്ചു $3 എടുത്ത് കൊടുത്തിട്ട് പോകുന്ന പുള്ളികളുമുണ്ട്. ഉദരവിക്കല്ലേ പോയച്ചാൽ മതി, അത് അവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ ഇച്ചിരി ചിലവുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഈ പുരുഷായുസ് മൊത്തം ഇതിനു വേണ്ടി ചെലവിട്ട് പുറകെ നടക്കുക. ഈ ശുശ്രൂഷകന്മാരെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ദൈവം അനുവദിച്ചാൽ ഞാൻ നാട്ടിൽ ചെന്ന അനന്തരം ഇവർക്ക് ചില വീഡിയോ കാസറ്റുകൾ നാട്ടിൽ നിന്ന് തന്നെ ക്രമപ്പെടുത്തി കൊടുക്കാം എന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനൊക്കെ അവർ സമ്മതിക്കുകയാണെങ്കിൽ വരകൊള്ളു കേട്ടോ. അല്ല പിന്നെ വഴിനീളായിട്ട് അങ്ങ് തട്ടാനാണോ ഓഡിയോ മിനിസ്ട്രി? അല്ല, അതിന് റൈറ്റ് കൊടുക്കാം. അങ്ങനെയുള്ളവർ മാത്രമേ അത് കാര്യം കൈകാര്യം ചെയ്യാം. ചുമ്മാ ഓരോരുത്തരുടെ കക്ഷത്തിരുന്ന് പ്രസംഗിക്കാം. ഓരോ കിടങ്ങിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രസംഗം, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രസംഗം, എല്ലാം കാണാൻ പഠിച്ചോളൂ. പഠിച്ചോ കുഴപ്പമൊന്നും ഇല്ല, വിൽക്കുകയൊന്നും ചെയ്യരുത്. എനിക്കതൊന്നും താല്പര്യമല്ല. പിന്നെ അതിനാർക്കെങ്കിലും റൈറ്റ് കൊടുക്കുന്നെങ്കിൽ അവരത് ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് അത് പറഞ്ഞെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം അതൊന്ന് തൊട്ടും എനിക്ക് പോകാനേ സമയമുള്ളൂ. ആരെ ആരാധിക്കണമെന്ന് വ്യക്തമായി അറിവില്ലാത്തവരാരെയും കയറി ആരാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു ഉത്തമ ഉദാഹരണം പറയാം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ എന്തും കയറി ചെയ്യും. കൈയൊന്ന് മുറിഞ്ഞെന്നിരിക്കട്ടെ, ഇവിടെ ഒന്ന് മുറിയാമല്ലോ, മുറിഞ്ഞു. മുറിവിന് ചോര പടപടാന്ന് മറിയുക. ഓടി വരുന്നവരൊക്കെയാണ് ഡോക്ടർമാർ. നിങ്ങളാണല്ലോ ഓടി, അയ്യോ ഇതെന്തോന്നായി മറിയുന്നു. തപ്പിപ്പിടി. ഒരാൾ വന്ന് പറഞ്ഞ ചികിത്സയാണ് തപ്പിപ്പിടിക്കാനല്ല, ചോര മറിയാതിരിക്കാൻ തപ്പിപ്പിടി. പിടിച്ചു. അപ്പൊ അടുത്ത പുള്ളി, നമ്മുടെ നാട്ടിലെ പുള്ളികളില്ല, അടുത്ത പുള്ളി അയ്യോടാ നാട്ടം അറിയുന്നെന്ന് പൊക്കിപ്പിടി. തലയ്ക്ക് മീതെ പൊക്കിപ്പിടിക്കാൻ ഈ കയ്യെ. അവരുടെ ശാസ്ത്രത്തിൽ ഇത് താഴോട്ട് കിടക്കുന്നുണ്ട്, ഈ ചോര മറിയുന്ന ആ പൊക്കിപ്പിടി. അപ്പൊ ഇതിലെ ഇങ്ങോട്ട് ഒഴിക്കുക. അടുത്ത പുള്ളി വന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാലും എടുത്താലും ഒന്നും ഇതൊക്കത്തില്ല. പിന്നെ എന്തോ ചെയ്യണം? കാട്ടുമുന്നണിയുടെ ഇല പിടിച്ച് അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക അങ്ങോട്ട്. അത് ഇതിനകത്ത് വെക്കൂ. കാട്ടുമുന്നണിയുടെ ഇല പിടിച്ച് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. ചോര നിൽക്കുന്നില്ല, ഇത് രണ്ടുകൂടെ ഒരുമിച്ച് മറിയുക. അപ്പം 4ാമത്തെ ആള് വന്ന് പറയും ഇത് നിങ്ങൾ എന്തോ ചെയ്യുക, വെള്ളം കുടി എന്ന്. നമ്മുടെ നാട്ടിലെ ചികിത്സ ഇതൊക്കെ അമ്മമാർക്കൊക്കെ അറിയാം. ഇങ്ങനെ പല പുള്ളികളും ചെയ്തവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. വെള്ളം കുടിപ്പിക്കും, കുടിച്ചില്ലേ കുടിപ്പിക്കും, കുടി. കാരണം ആ ചോര നിൽക്കും. ഇവരുടെ ശാസ്ത്രം അകത്തോട്ട് വെള്ളം ചെല്ലുമ്പോൾ പുറത്തോട്ടുള്ള രക്തമൊഴുക്കൊക്കെ നിൽക്കുമെന്നാ. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇത് പഠിച്ചൊരു ഡോക്ടറെ ചെല്ലണം. ഡോക്ടർ പറയത്തില്ല മുന്നണിയാണ്ട പിടിഞ്ഞൊഴിക്കാൻ, ഡോക്ടർ പറയത്തില്ല വെള്ളം കുടിക്കാൻ, ഡോക്ടർ പറയത്തില്ല തപ്പിപ്പിടി പൊക്കിപ്പിടി, ഒന്നുമില്ല. ഡോക്ടർ അപ്പോഴേ ഇതിന് കാര്യങ്ങൾ ക്രമപ്പെടുത്തിട്ട് പറയും സ്റ്റിച്ചിടണം. എന്നിട്ട് സെപ്റ്റിക് ആകാതിരിക്കാനുള്ള പ്രത്യേക മരുന്ന് അപ്ലൈ ചെയ്യണം. പിന്നെ അതിന് വേണ്ട ബാൻഡേജും കുന്തവും കൊടുത്തൊക്കെ കൊണ്ടാക്കി കെട്ടി വൃത്തിയാക്കി ഇഞ്ചക്ഷനും ചെയ്ത് കെട്ടിയിറക്കി വിടും. വലിയ വേദന ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ അനാൽജിനോ നോവാൽജിനോ ഒക്കെ കൊടുക്കും. ഇവിടെ എന്തോ കൊടുക്കുന്ന ഒരു പിടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ ശാസ്ത്രീയമായ രീതി. ഈ ശാസ്ത്രീയ രീതി അറിയാൻ പാടില്ലാത്ത പുള്ളികള് എന്തും കയറി ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞത്, ആരെ ആരാധിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവർ ആരെയും കയറി ആരാധിക്കും. ഈ അടുത്ത കാലത്ത് എന്റെ നാട്ടിലെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ പോലെ ചെങ്ങന്നൂരിന്റെ പരിസര പ്രദേശത്ത് ആലായിലാണ് ഞാൻ താമസിക്കുന്നത്. അതിലെ ആരെങ്കിലും വരുവാണെങ്കിൽ അങ്ങോട്ടൊന്നും കയറുകയൊന്നും വേണ്ട. കാരണം അതിന് ഞാനവിടെ കാണത്തില്ല, അതുകൊണ്ടാ ഇങ്ങനെ പലയിടങ്ങളിലൊക്കെ പോവുകയല്ലേ. അപ്പോ ഈ ആലായില് ഇതിന്നൊരു അല്പദൂരമായി എണ്ണക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എണ്ണക്കാട് പേപ്പറിലൊക്കെ വന്നതാണ്. അവിടെ ഈ അടുത്ത സമയത്ത് ഒരു കുഞ്ഞുദൈവം പൊങ്ങി വന്നു. അല്പം മഴയുള്ള കാലത്ത് ഒരു കുഞ്ഞുദൈവം പൊങ്ങി വന്നു. ഞങ്ങളുടെ ആലായിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പുലിയൊരു വഴി അപ്പുറത്ത് കാടന്തൂറിമാവ് എന്നും കൊണ്ട് സ്ഥലമുണ്ട്. ആ സ്ഥലപ്പേര് അങ്ങനെ കാടന്തൂറിമാവ്. അതിനെ കയറി അപ്പുറത്തോട്ട് പോയി എണ്ണക്കാട്ട് എന്നാൽ പൊങ്ങി വന്നിരിക്കുന്ന ഒരു ദൈവം. നാട്ടുകാരെ പേപ്പറുകാരെല്ലാം വന്നു, ഓട്ടോക്കാർ വന്നു, ഗംഭീരമായ വടമെടുപ്പായി
പഴം പിടിക്കായി, പേപ്പറിൽ ഇടിയിലായി. ആരാണ്ട് പറഞ്ഞു കൊടുത്തു, വേളാങ്കണ്ണി ദൈവം പൊങ്ങി വന്നു. ആളുകളുടെ വരവും പോക്കും, നാരങ്ങ കച്ചവടവും, നാരങ്ങ വെള്ളം കച്ചവടവും, സോഡായും, പിന്നെ ചുരുക്കി പറഞ്ഞ ഹോട്ടൽ വരെ നടത്തിയവിടെ. ഒയ്യോ, കുന്നുകൂടുതലിയോ പണം വന്നങ്ങ് വാരിയിടുക. അപ്പൊ അതിനെക്കുറിച്ച് ഒരക്കെട്ട് കഥകളായി, കാര്യങ്ങളായി. നിങ്ങൾക്കറിയണോ, അതിന് ചുറ്റുപാട് ഒരു വളച്ചുവാതിലായി, അവിടെ ഒരു പള്ളി പണിയാൻ കുറച്ച് കാശായി. എല്ലാം നമ്മുടെ നാട്ടുകാരല്ലേ, എന്തെങ്കിലും പുത്തൻ കണ്ടാ പിന്നെ അങ്ങ് പണിയാ. അതിന് കാശെന്ന് പറഞ്ഞപ്പോ അങ്ങ് കാശാ. നിങ്ങൾക്കറിയണോ, ഒറ്റ മാസം കൊണ്ട് ഗംഭീരമായ വരുമാനം തുടങ്ങും. അടുത്ത മാസത്തില് ഇതങ്ങ് അടിഞ്ഞുപോയി. കൂണ് പൊങ്ങി വന്നതാ. കൂണെ, തടിക്കൂണ് ഏതാണ്ട് പൊങ്ങി വന്ന് കണ്ടപ്പോ ആരാണ്ട് പറഞ്ഞു, കണ്ടോ ഉമ്മമാതാവിനെ പോലിരിക്കുന്നില്ലയോ, ആ തലയിലെ കണ്ട അതും കയ്യിലെ കണ്ട് ഇതും എല്ലാം കൂടെ ഒന്ന് നോക്കി, അതുപോലെ അത് തന്നെ. അപ്പൊ പിന്നെ ഒരുത്തൻ വെളിച്ചപ്പാടായി, അവൻ തുള്ളിപ്പറച്ചിലായി, വരുന്നവരോടൊക്കെ വെളിപ്പാട് പറച്ചിലായി, ഗംഭീര പരിപാടിയായി. നമ്മുടെ നാട്ടുകാർക്ക് എന്ത് കിട്ടിയാലും ആരാധിക്കും. അളിഞ്ഞു പോകുന്ന കൂണിനെയും ആരാധിക്കും. കൂണ് മാത്രമാണോ തൂണു? ഏതിനെയും ആരാധിക്കും. എന്തിനെ ആരാധിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവർ എന്തിനേയും ആരാധിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് കൊച്ചിയിലെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നപ്പോ അവിടെ ഗംഭീരമായ ഒരു പള്ളി. ആ പള്ളിയിലെ ഏറ്റവും വിശിഷ്ടമായ സംഗതി ഉള്ളിയാണ്. അവിടെയൊക്കെ ഉള്ളവർക്കറിയാം. ഞാൻ ചോദിച്ചപ്പോ ഒരു വല്യപ്പനോട് പറയും, ഉള്ളി വെട്ടാൻ പോകണ്ട എന്ന്. പോയില്ല, ഈ ആഴ്ച മൊത്തം ഉള്ളി വെട്ടാം. എന്താ ചോദിച്ചാൽ ഉള്ളിയാണ് അവിടുത്തെ ആ പള്ളിയിലെ ഏറ്റവും വലിയ വിശിഷ്ടമായ ഭോജനം. ഉള്ളി കൊണ്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വരുന്നവരെല്ലാം അവിടെ ഭയങ്കര ഉത്സവമാണ്. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ അമ്പലവും ഈ പള്ളിയും തമ്മിൽ വലിയ ബന്ധമാണ്. അവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലവും ഈ പള്ളിയും തമ്മിൽ വലിയ ബന്ധമാണ്. ഞാൻ ചോദിച്ചത് എന്താ? ഞങ്ങളുടെ പള്ളിയിലിരിക്കുന്ന പുള്ളിയാളച്ചന്റെ പെങ്ങളായി ഇവിടുത്തെ ദേവി. പുണ്യാളച്ചന്റെ പെങ്ങളാണ് ദേവി. ഞാൻ പറഞ്ഞ അത് തന്നെ അതിൽ ശരി. ഇവറ്റങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നവരാ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്തൊന്നും മാറിയത്. കേട്ടോ, അവിടുത്തെ ബന്ധവും ഇവിടുത്തെ ബന്ധവും ഒന്നാമത്. പിന്നെ ഞങ്ങളെന്തിനാ അതിനെ ആരാധിക്കുന്നു? എന്തിനെ ആരാധിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവർ എന്തിനെ കയറി ആരാധിക്കും? ആരാധിക്കപ്പെടുവാൻ ആരാണ് യോഗ്യൻ? ആരാധിക്കപ്പെടാൻ ആരാണ് അയോഗ്യൻ? ഇത് മനസ്സിലാക്കണം. ശത്രുവാരാ, മിത്രമാരാണെന്ന് മനസ്സിലാക്കണം. ദൈവമാരാ, ദൈവമല്ലാത്തതാരാണെന്ന് മനസ്സിലാക്കണം. കണ്ട കണ്ടും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യാദൈവം. കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യാദൈവം. ഏകസത്യ ദൈവമേ ഉള്ളൂ ഭോവാദികളെ. ഏകസത്യ ദൈവമേ ഉള്ളൂ ഭോവാദികളെ. ഏകസത്യ ദൈവമേ ഉള്ളൂ. സംഗതി പറയണമെങ്കിൽ നേരം വേണം. തുറുവോളം ഇടുന്ന കാളയ്ക്ക് വലിച്ചിട്ട് കൊടുത്ത് എന്നാ ചെയ്യാനാ? എന്തായാലും പോകുന്നിടത്തോളം പോട്ടെ. ഈ തിരുവചനം പഠിച്ചാൽ ഇന്ന് ക്രൈസ്തവരെന്ന് പറയുന്ന ജനാവലി ബഹുഭൂരിപക്ഷം ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് അമ്പേ ഈ പുസ്തകത്തിൽ ഫലമില്ല. മാലാഖയെ ആരാധിക്കുവാൻ 31,173 വാക്യങ്ങളടങ്ങിയ ഈ പുസ്തകം അനുവദിക്കുന്നില്ല. സഹോദരി, സഹോദര, ഞാരെ ആരാധിക്കുന്നു? ചിറകുവിടർത്തി പറന്ന് പള്ളിമുകളിൽ നിൽക്കുന്ന ഈ രൂപങ്ങൾക്കൊക്കെ ജീവനുണ്ടായിരുന്നെങ്കിൽ അതിന് മുമ്പിൽ തന്നെ ഒന്ന് വരയ്ക്കുമ്പോൾ അത് വിളിച്ചു പറയും, എന്റെ പൊന്നു കുഞ്ഞുഞ്ഞേ എന്നെ കണ്ടു വരയ്ക്കാതെ. അതല്ല, ഞാനല്ലടോ അതിന്റെ ആള്. ദൈവത്തെ നമസ്കരിക്കും. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട്. സത്യാരാധനയിലേക്ക് ചിലർ രാത്രി കടന്നു വരുമാറാണ്. വഴുതി വീടുകല്ല, നടന്നു വരണം. തന്റെ ഇടത്തോട് വരണം. യേശുവിന്റെ മാർഗത്തെ വേണ്ടി നിലകൊള്ളുവാൻ. ഞാനിവിടെ നിൽക്കുന്ന ഒരു സഭയുടെ പ്രസംഗിയായിട്ടല്ല കേട്ടോ, നാട്ടിലും അങ്ങനെ നിന്നിട്ടില്ല. ഞാനൊരു സമൂഹത്തിന്റെ മെമ്പറാണ്. എന്റെ സമൂഹത്തെ പോലെ കൊള്ളാവുന്ന ഒരു സമൂഹം ഉലകത്തിൽ പെന്തിക്കോസ്ത് കൂട്ടത്തില്ലെന്ന് ഞാൻ വെല്ലുവിളിച്ച് എവിടെ മുഴക്കും. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മെമ്പറാണ്. അവിടെ മൈ ചേർച്ച്, ബട്ട്
ഞാൻ ഇന്നുവരെയും എന്നും കയറി അസംബ്ലി കൊണ്ട് നാളാ ഞാനും ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാൻ എനിക്കുണ്ട്, പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ത്യയിലെ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വക്താവാ. സ്നേഹിത, നീ ആ ബോർഡും മാറ്റി വെച്ചിട്ട് രാസോദയത്തെ കുറിച്ച് അധികം പറയരുത് കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ന്യൂയോർക്ക് പട്ടണം വിടുന്നതിന് മുമ്പ് പറഞ്ഞോണം. ഞാൻ വെല്ലുവിളിക്കാം ആ കാര്യത്തിൽ. കഴിഞ്ഞ 21 വർഷം എന്നെ ജൈവോത്സവമായി നടത്തി എന്റെ കർത്താവ് ജീവിക്കുന്നു. ഞാൻ യേശുവിന്റെ ആളാണ്. നീ പറയുന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ ആ ഭാഗം അങ്ങ് വിടുകയാണ്. യേശുവിനും പണ്ട് ഇതുപോലായിരുന്നു. ഒരിക്കൽ അങ്ങോട്ട് ചെന്നപ്പോ കണ്ടപ്പുറത്ത് കയറി വന്ന വരവിന് ഓച്ചാനാ പാടി. പിന്നെ അടുത്ത ആഴ്ച ചെന്നപ്പോ ഓടിച്ചിട്ട് പാടിച്ചു. കുരിശു എടുത്തോണ്ടിപ്പോ ഓടിച്ചു. ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ജീവിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. പോകട്ടെ. ഇന്ന് രാത്രി പെന്തിക്കോസ്ത് ഉപദേശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തിരുവചനം എന്ന് പറയുന്നത് വിളിച്ചു പറയുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറയപ്പെട്ടവനായി നിന്നുകൊണ്ട് ധൈര്യപ്പെടുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. മാലാഖയെ ആരാധിക്കാൻ ഈ പുസ്തകത്തിൽ തെളിവില്ല. ഈ യോഹന്നാൻ തന്നെ ഒരിക്കൽ മാലാഖയുടെ മുമ്പിൽ കമഴ്ന്നു വീണു. ഇത് അവന് നൽകിയ മാലാഖ എന്ന് നമസ്കരിച്ചപ്പോൾ മാലാഖ പറഞ്ഞതരുത്, ദൈവത്തെ നമസ്കരിക്കാ. ഞാൻ നിന്റെയും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹഭക്തന്മാരുടെയും സഹോദരന്മാരുടെയും സഹഭക്തനെത്രയാകുന്നു. ദൈവത്തെ നമസ്കരിക്കുക. മാലാഖയെ ആരാധിക്കരുത്, മറിയാമ്മയെ ആരാധിക്കരുത്. ബഹുമാനപ്പെട്ട അമ്മ മാതാവിനോട് എനിക്കുള്ളതിന്റെ അത്ര ആദരവ് നിങ്ങൾക്കാർക്കുമില്ല. ഞാനോ ബഹുമാനപ്പെട്ട അമ്മ മാതാവ് ചെങ്ങന്നൂര് കാര്യം ഇട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലായിരിക്കും രാത്രി പാർക്കുന്നത്. സകല അക്കോമഡേഷൻ ഞാൻ ചെയ്തു കൊടുക്കും. ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ എന്റെ വീട്ടിൽ കൊണ്ട്. ആമേൻ. ദൈവം തന്നതാണ് നിങ്ങളുടെയൊക്കെ കാശാ. പോട്ടെ, ഇനിയും ബാക്കി തന്നേക്കണം, ബാക്കി കൂടെ ചെയ്യണം. അതൊക്കെ നല്ല കാര്യമാ. എന്നാ അമ്മമാരാവേ അങ്ങേ ആരാധിക്കുവാൻ ഈ പുസ്തകത്തിൽ തെളിവില്ല. അങ്ങേ ഞങ്ങൾ ആദരിക്കും, ആരാധിക്കരുത്. കാരണം അത് അങ്ങോട്ടുള്ള പിണക്കം കൊണ്ടല്ല. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചില്ല. സൃഷ്ടാവിനെ നമസ്കരിക്കൂ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നെങ്കിൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങയുടെ രക്തം ഞങ്ങളെ വീണ്ടെടുത്തിട്ടില്ല. അങ്ങേ ആരാധിക്കുവാൻ ഈ പുസ്തകം തെളിവ് തരുന്നില്ല. വാത്സല്യ സ്നേഹിത, വെറുതെ സമയം കളഞ്ഞ് ആരാധിക്കരുത്. യേശുവിനെ ആരാധിക്കുവാൻ ഇന്ന് രാത്രി പുസ്തകം പഠിപ്പിക്കുകയാണ്. അവനാണ് നിന്റെ സൃഷ്ടാവ്. ഹല്ലേലൂയ. മറിയാമയെ ആരാധിക്കരുത്, മാലാഖയെ ആരാധിക്കരുത്, സൃഷ്ടികളെ ആരാധിക്കരുത്, ശില്പങ്ങളെ ആരാധിക്കരുത്. മുഖത്ത് ചിലന്തി വല കെട്ടിയാൽ കൈയെടുത്തൊന്ന് തൂക്കാൻ കഴിവില്ലാത്ത കുട്ടി ദൈവങ്ങളെയും കുത്തിയിരുന്ന് ആരാധിക്കുന്ന പുള്ളികളുണ്ട്. പട്ടിയെ കുട്ടി ദൈവത്തെയും കൂടെ പൊക്കിയെടുത്ത് പൊട്ടക്കിണറ്റിൽ തട്ടിയാൽ പട്ടിക്കുട്ടി കയറി വരും, നിന്റെ കുട്ടി ദൈവം കയറത്തില്ല. നിനക്ക് വേണേ ഇറങ്ങി എടുത്തോണം. സ്നേഹിത, 20-ാം നൂറ്റാണ്ടിലെങ്കിലും തിരിയണം ഈ പറയുന്നത് എന്താണ് മനസ്സിലായോ? കേരളത്തിലെ വൻകിട പുള്ളികൾ, ഇന്ത്യയിലെ വൻകിട മന്ത്രിമാരും ചെന്ന് നിൽക്കുക. ദൈവനൊക്കെ താണെങ്കിൽ എന്താണെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകാത്ത അങ്ങ് നിൽക്കുക എന്നങ്ങ് നിൽക്കുക. ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി നമ്മുടെ നാട്ടിലെ ഒരു വലിയ അമ്പലത്തിൽ തൊഴുവാനായി വന്നപ്പോ ബഹുമാനപ്പെട്ട പൂജാരി പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, രാജീവ് വേണം തൊഴുതു അകത്തോട്ട് കയറിക്കോ, പക്ഷേ സോണിയ കയറരുത്. അപ്പൊ ചോദിച്ചു, അതെന്താ കാര്യം? സോണിയ ഹിന്ദുവല്ല, പിന്നെ ക്രിസ്ത്യനാ. ഞാൻ പറയുന്നു അതുമല്ല. രണ്ടാമത് പറഞ്ഞതുമല്ല, ആരെങ്കിൽ ഇന്ത്യ ഞങ്ങൾ പിടിച്ചു കുലുക്കിയത്. ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ ഭരണാധിപന്മാരെ, നിങ്ങളെ കാശിന് ഞങ്ങൾക്ക് അനുകൂലം നിന്നിരുന്നെങ്കിൽ ഇന്ത്യ സാമ്രാജ്യം പിടിച്ചിട്ട് അമ്മാരെയോളം യേശുവിന് വേണ്ടി വെല്ലുവിളിക്കാം. ഇതാണോ? എവിടെങ്കിലും ഉദ്ദേശിമാര് പ്രസംഗിച്ചാൽ വഴക്കുണ്ടാക്കാൻ ഗവൺമെന്റിന്റെ നാടിനെ പിടിച്ചെവിടെ വഴക്കുണ്ടാക്കുക. കാരണം എന്താ ചോദിച്ചാൽ ഇന്ത്യയിലുള്ളവരെല്ലാം കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായി പോകുമ്പോഴാ ചെല്ലും. ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ നേതാക്കന്മാരൊക്കെ ചെന്ന് കുത്തിയിരുന്നത് തൊഴിലോട് എന്തുവായി തൊഴുന്നതാ? നിന്നോട് വല്ലതും പറഞ്ഞോ? ഓ, നീ പിന്നെ എന്തിനെങ്കിലും രാത്രി വിളിച്ചു പറയട്ടെ, ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ സൃഷ്ടാവ്. നിന്നെ സൃഷ്ടിക്കണം, എന്നെ സൃഷ്ടിക്കണം, ഉലകത്തെ സൃഷ്ടിക്കണം. അവനാ യോഗ്യൻ, 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 യോഗ്യൻ. ശില്പങ്ങളെ ആരാധിച്ചുകൂടാ, സൃഷ്ടികളെ ആരാധിച്ചുകൂടാ.
പ്രകൃതിയെ ആരാധിച്ചുകൂടാ, പ്രേതത്തെ ആരാധിച്ചുകൂടാ, പിതൃക്കളെ ആരാധിച്ചുകൂടാ. ചിലർക്ക് വെളിച്ചം മതി ആരാധിക്കാൻ. ചിലർ വിചാരിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ ഉദിച്ചുയർന്നു വരുന്ന സൂര്യന്റെ കിരണങ്ങളാണ്, ഒറ്റ തൊഴിൽ ഒരു നിൽപ്പുകളാണ്. ആദിത്യ ഭഗവാനെ കൈതൊഴിഞ്ഞ്, ആദിത്യ ഭഗവാനെ കൈതൊഴിഞ്ഞ്, ആദിത്യ ഭഗവാനെ കൈതൊഴിഞ്ഞ് ആയതുണ്ടാക്കി തരണമെങ്കിൽ ആദിത്യ ഭഗവാന്, ആദിത്യ ഭഗവാന് കൈതൊഴിഞ്ഞേ. ഇന്ത്യയുടെ മത വേലിക്കെട്ടുകളെ കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണ മണ്ഡലങ്ങളുടെ നാവിൽ നടന്നു പോകുന്നതായ ശ്രേഷ്ഠമായ സൂക്തങ്ങളാണ് ഞാൻ പാടിവിട്ടത് കേട്ടോ. ആദിത്യ ഭഗവാനെ തൊഴുന്നെന്ന്. ആദിത്യ ഭഗവാൻ സൃഷ്ടിയ, അതിനെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ക്രിസ്തുവ. ഭക്തനായ സൈമൺ സാർ അതിനെ കുറിച്ച് പാടി. പഞ്ചഭൂത പ്രധാന നമോ നമോ പുണ്യ നമോ നമോ പഞ്ചഭൂത പ്രധാനം നമോ നമോ സഞ്ജിതാധിക പുണ്യം നമോ നമോ അഞ്ജിതാനം യുക്ത നമോ നമോ പാട്ട് കുറച്ചുകൂടെയൊക്കെ തള്ളിപ്പാടിയ കൊള്ളാമെന്നുണ്ട്. പണ്ടത്തേനേക്കാൾ 5 വയസ്സ് പ്രായക്കൂടുതലായി ഇപ്പം. ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലും വിളിച്ചാൽ അതിനേക്കാൾ പ്രായം കൂടും. അതുകൊണ്ട് ആരും ചോദിക്കാൻ വേണ്ട, ഞാനായിട്ട് വരുന്നു. നാട്ടിലൊരു പാട് പണിയുണ്ട്. ഇവിടെ നമ്മൾ വിഴുങ്ങി ഇനി അങ്ങോട്ട് വിഴുങ്ങാനൊന്നും ഇല്ല. ആ പരുവത്തിനിരിക്കുമല്ലയോ. ദാഹിക്കുന്ന വയലുകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങോട്ട് 3 കാലങ്ങളിൽ ഈ പരിപാടി പോകട്ടെ. സൈമൺ സാറിന്റെ അഭിപ്രായം, പഞ്ചഭൂതങ്ങളെ അല്ല ഞാൻ നമസ്കരിക്കുന്നത്, അഗ്നിവായു ആകാശം ഭൂമി ജലം മൺ ഈ തുടങ്ങിയതായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ ഞാൻ ആരാധിക്കുകയല്ല. ഞാൻ ആരാധിക്കുന്നത് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാനെയാണ്. അതുകൊണ്ട് സൃഷ്ടികളെ ആരാധിക്കരുത്, ശില്പങ്ങളെ ആരാധിക്കരുത്, പ്രകൃതിയെ ആരാധിക്കരുത്, പിതൃക്കളെ ആരാധിക്കരുത്. ചിലർക്ക് ആരാധിക്കണമെന്ന് ചത്തുപോകുന്ന ദൈവങ്ങളെയാ, പിതൃക്കളെയാ. അവരിങ്ങനെ കുറച്ച് കഴിയുമ്പം ദൈവങ്ങളായിട്ട് ഇനി വരുമ്പോൾ അതിന് വല്ലപ്പോഴും പായസം വെക്കുവോ വല്ല വിശേഷമായിട്ട് വല്ലതൊക്കെ വെക്കുമ്പം പൂശനല വെട്ടിയിട്ട് ഔദ്ധം കാതി ഒന്ന് വിളമ്പി വെക്കും. കുറച്ചു നേരം മാറി നിൽക്കും. അത് കഴിഞ്ഞ് ഇവര് കഴിക്കും. ചിലര് കുറച്ച് കഴിഞ്ഞും പിതൃക്കൾ വരികയല്ല, ഇങ്ങെടുത്തോണ്ട് പോരും. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തല്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സംഭവം നടന്നു. ഇതുപോലൊരു വിളമ്പി വെപ്പ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഹിന്ദുക്കളുടെ ആചാരം അല്ലല്ല. മാമോദീസ വെള്ളം വീണ സുറിയാനി ക്രിസ്ത്യാനിയുടെ കാര്യം ആ തെളിവ് സംഗതി ഞാൻ പറഞ്ഞു കേട്ടോ. എഴുതിയിട്ടു യൂതനല വെട്ടിയിട്ട് അവിടോട്ട് ക്രമപ്പെടുത്തി അവിടെ വെച്ചു. എന്നിട്ട് കുറച്ചു നേരം നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോ ഒരാള് വന്നത് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി വന്നിരിക്കുക. പക്ഷെ വേഷം മാറിയാ വന്നിരിക്കുന്നത്. വേഷം മാറി വന്നപ്പോ തള്ളച്ച് കണ്ടിട്ട് ഒരൊറ്റ നിലവിളി, ഒരടി, ഒരു കൂടെ പോയി. എനിക്ക് അതാ ചിന്തയായിപ്പോയത്. തള്ള കരയുക, 2 കാലം കൊണ്ടുപോയേ, ഇപ്പൊ 4 കാലം കൊണ്ടുവന്നേ. 2 കാലേ ഉള്ളായിരുന്നു അത്തപ്പം. ഇപ്പൊ വന്നപ്പോ 4 കാലുണ്ടത് പുള്ളിക്ക്. ഉരുണ്ടൊരു മോന്തയും കൊണ്ടുപോയേ, ഇപ്പൊ നീണ്ടൊരു മോന്തയും കൊണ്ടുവന്നേ. അങ്ങോട്ട് പോയപ്പം മുഖം ഇങ്ങനെ ഉരുണ്ടിരിക്കായിരുന്നു. ഇപ്പൊ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വാലില്ലാത്തവനായി പോയേ, ഇപ്പൊ വാലും കിണിച്ചോണ്ട് വന്നേ. അതാണ് വാലില്ലാതെ അങ്ങോട്ട് പോയപ്പോ ഇപ്പൊ വാലും. പഞ്ചായത്തിലെ പട്ടി വന്നതെല്ലാം തിന്നാൾ. അവരൊന്നും ഇപ്പോഴത്തെ വിചാരം, എന്റെ ചത്തുപോയ പ്രിയപ്പെട്ടവൻ 4 കാലം ഒരു വാലും നീണ്ട മോന്തം കൊണ്ട് വന്നു കയറിയിരിക്കുകയാണ്. ആരാധിക്കുക, അങ്ങ് ആരാധിക്കുക. എന്താ അറിയാമെന്ന എന്റെ ചോദ്യം. എനിക്ക് എന്താ അറിയണം? രാത്രിയിൽ ദൈവമാരെന്നറിയണം. ആരാധിക്കേണ്ടത് ആരെ എന്നറിയണം. ആരാധിച്ചുകൂടാത്തത് ആരെ എന്നറിയണം. സൃഷ്ടിയെയും ശില്പങ്ങളെയും പ്രകൃതിയെയും പിതൃക്കളെയും പ്രേതങ്ങളെയും ആരാധിക്കുവാൻ ഈ പുസ്തകം തെളിവ് തരുന്നില്ല. മുമ്പേ ബഹുമാനപ്പെട്ട അച്ഛൻ പോലെ കടമിറ്റത്തെ കത്തനാരെ സേവിക്കുന്ന എത്രയോ കത്തനാരന്മാരുണ്ട്. അച്ഛോ ക്ഷമിക്കണം, പാസ്റ്റർമാരില്ല കേട്ടോ. ഒരൊറ്റ പാസ്റ്ററില്ല. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, അങ്ങനെയുള്ള പാസ്റ്റർ അല്ല. പിന്നെ ബെന്തിക്കോസിന്റെ ഔദ്യോഗിക വക്താവ് ഞങ്ങളാ. ഞാൻ പറയാ, അങ്ങനെയുള്ള പാസ്റ്റർ അല്ല. അങ്ങനെ ഒരുത്തം വന്നാൽ ഞങ്ങളെ സഹോദരിമാരെ വിളിച്ചു പറയും, എവരെ സൂക്ഷിക്കണം, ആത്മതറവുള്ള സഹോദരിമാരെ സൂക്ഷിക്കണമെന്ന്. അവര് ശരീരം ഒന്നുകൂടെ വിളിച്ചു പറയുന്നതായിരിക്കും ദുരാത്മാവെന്ന്.
മനസ്സിലായ പരിപാടി? ഇന്ന് വരെ ആരുടെയും കളി നടന്നിട്ടില്ലാത്തൊരു സമൂഹമുണ്ടെങ്കിൽ പെന്തിക്കോസെ ഉള്ളത് നെഞ്ചു വീർപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയും ഹല്ലേലൂയ. കരങ്ങളെ സ്വന്തം ചെയ്യാം. Praise the Lord. ഹല്ലേലൂയ. കാരണം ദുരാത്മാവിനകത്ത് വന്നാൽ ഇരിക്കത്തില്ല. ദൈവജനം ആത്മാവിൽ പറഞ്ഞ ആത്മനിറവിൽ ആരാധിക്കാൻ ഇപ്പൊ പോകറ്റെടുത്ത് പുറത്ത് കളയും. മദ്യപാനിയതിനകത്ത് നിലനിൽക്കുകയില്ല. വ്യഭിചാരിയതിനകത്ത് വന്നാൽ അപ്പ വിചാരിക്കുന്നുണ്ട്. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമാണ് പറഞ്ഞ വേഷക്കെട്ടി വന്ന കാര്യം. മോഷ്ടാവിനകത്ത് വന്നാൽ അപ്പ ഇളക്കുന്നതിന്റെ അന്തരം. ഇതാണ് ആത്മവ്യാപാരത്തിന്റെ ശക്തി. എനിക്കറിയാതിനകത്ത് പെന്തിക്കോസുകാർ ചുരുക്കമാണ്. പിന്നെ നമ്മൾ പെന്തിക്കോസ് സമുദായത്തിനകത്ത ഇരുന്നോ ഒറ്റമ്മേ ഇരുന്നു. ഇവിടെ ഇപ്പൊ കരമൊന്നും കൊടുക്കണ്ടല്ലോ. അവിടെ ഇരുന്നു ടാക്സ് കൊടുക്കാറുണ്ടല്ലോ. വെച്ചമ്മ എന്നെ വെളിയിൽ ഇറങ്ങുന്നില്ല. ഇതിനകത്താകുമ്പോൾ വാതിൽ അങ്ങ് തുറന്നിട്ടേക്കാം. എവിടെ ഒരു പെന്തിക്കോസ് ഇല്ലയോ? അടുത്ത പെന്തിക്കോസ് കയറും. ആ പെന്തിക്കോസ് വഴക്കാണോ? വഴക്കുള്ളവർ മാറി വേറെ പെന്തിക്കോസ് ഉണ്ടാക്കും. നീ ആരും തവയൊന്നും ഇവിടെ ഉണ്ടാക്കല്ലേ. ദൈവത്തെ അങ്ങ് താവ 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 അങ്ങ് താവ എന്തൊന്നായി താവ പാറൽ കോളേജ് പോലെ അങ്ങ് താവ മാറി തിരക്ക് മാറ്റിയാണ്. അങ്ങനെ മാറി എന്താ ഇനി അത് നിങ്ങൾ അധികം ശിക്ഷാവധി വരുമെന്ന് വിചാരിച്ചു നിങ്ങളിൽ പലരും ദൈവത്തെ ഓർത്ത് ഉപദേശക്കന്മാരാകട്ടെ. ദൈവം ശിക്ഷിക്കും. ആവശ്യമില്ലാത്തതിനകത്തൊക്കെ കയറി കഴിപ്പെട്ട് ദൈവം ശിക്ഷിക്കും. തൊട്ടുപോകല്ലേ. ആഞ്ഞടങ്ങ് നിൽക്കാൻ കഴിവില്ലാത്തവനൊക്കെയോ പിന്നൊന്നും ഉണ്ടാക്കുന്നത്. ആർക്കെങ്കിലും കീഴ്പ്പെട്ട് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എന്റെ ഒരെണ്ണം ഉണ്ടാക്കും. അങ്ങ് തുടങ്ങുക. അങ്ങ് തുടങ്ങും. ഒന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിടത്ത് പറഞ്ഞിട്ട് അടുത്തടുത്തോട്ട് കയറാവും. ഇവിടെ ഗുണത്തിനാണ് ചെയ്തു. ഇല്ലെങ്കിൽ പോക്ക. കടമറ്റത്ത് കത്തനാരെയും കാളിമുള പ്രേത പിശാചുക്കളെയും ഒക്കെ ആരാധിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനൊരിക്കലും ഇവിടത്തൊരു കടമറ്റത്ത് കത്തനാരെ ഇറക്കാൻ പോയി. മകൻ രക്ഷിക്കപ്പെട്ടു. അപ്പൻ ഭയങ്കര കത്തനാര് പ്രവർത്തിക്കാരനാണ്. പുള്ളിക്കൊരു സേവയൊക്കെ ഉണ്ട്. ഭ്രാന്തന്മാരെ അഴിച്ചുവിടും. പിന്നെ വൻ പരിപാടികൾ ചെയ്യും. എല്ലാവരും വന്ന് ദക്ഷിണ കിട്ടി കഴിയുമ്പോൾ പുള്ളി ആടി ഉറഞ്ഞ് പറയും വിവരങ്ങൾ. എന്നെ വിളിച്ചുകൊണ്ട് പോയി മോന്. കാരണം വീട്ടിൽ 2 എണ്ണം ഇരിപ്പാ. പെമ്പിള്ളാർ 2 എണ്ണം, ഒന്ന് 27 വയസ്സ്, മറ്റൊന്ന് 23 വയസ്സ്. രണ്ടും കുത്തിയിരുന്ന് നിറഞ്ഞല്ലാതെ എഴുന്നേറ്റ് നടക്കത്തില്ല. നടന്നുകൊണ്ടിരുന്ന പെമ്പിള്ളാർ നല്ല സുന്ദരികളോ ഇരിപ്പായി പോയി. അപ്പൻ ഈ പണി തുടങ്ങിയപ്പോൾ മുതൽ അപ്പന്മാർ കുഴപ്പമൊന്നും ഉണ്ടാക്കിയത് മക്കൾക്ക് ഇത് ഇരിപ്പായി പോകും കേട്ടോ. കുത്തിയിരുന്ന് നിറഞ്ഞ യവനെ ഇത് പിടിക്കാൻ തുടങ്ങുന്നതിൽ അത് ഭയപ്പെട്ട് രക്ഷിക്കപ്പെട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഉപദേശി നമ്മുടെ മീറ്റിങ്ങിൽ വെച്ച് അപ്പോൾ രക്ഷിക്കപ്പെട്ട് എന്റെ അപ്പൻ ഇങ്ങനെ പരിപാടി കൊണ്ട് അതൊന്ന് ക്രമപ്പെടുത്തി തരാമോ, ശല്യം ഒന്ന് മാറ്റം. ഞാൻ പറഞ്ഞു പണി ഞാൻ ഏറ്റവും വരാമെന്ന് പറഞ്ഞു. സംഗതി വള്ളിപ്പാട്ടാ. വള്ളിപ്പാട്ടുകാരും ഉണ്ട് കേട്ടോ. വള്ളിപ്പാട്ടൊന്ന് വയ്യമ്പതി മുക്കിന്റെ അവിടെ നേരെ അരിപ്പാട്ട് റൂട്ടിൽ അങ്ങോട്ട് ചെല്ലുമ്പോ ഇടതുവശത്ത് വയറുണ്ടല്ലോ, അതിന്റെ കരയ്ക്കൊരു വീടാ വീട്ടുപരിപ്പം പറയുന്നില്ല. അപ്പൊ ആരോട് ഇല്ലാ വിച്ചു പോയി. നിങ്ങൾക്കറിയണോ പരിപാടി? ഞാനൊരു ദിവസം പോയി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്ങനെ ഇരുന്നു. 3ാമത്തെ ദിവസം ദൈവാത്മാവ് പറഞ്ഞ് കയറിക്കോളാൻ. പിന്നെ ചെന്ന മാത്രം കാണാനപ്പോ കടമക്കപ്പച്ചനോട് പിടിക്കാൻ ചെല്ലുന്ന പോക്കല്ലോ. ഞാൻ നോക്കി അങ്ങോട്ട് കയറിയപ്പോഴത്തെ പുള്ളിക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുക. പുള്ളി ഉറങ്ങിക്കിടക്കുക. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് കയറിക്കോ, പണി നടത്തിക്കോളാൻ. ഞാനങ്ങോട്ട് കയറി ആത്മാവിൽ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് പുള്ളി ഓരോ മുറിയിലും ചാടി പുള്ളിയുടെ പൂജാമുറിയിലും കയറിയപ്പോ ഒരു നാന്താവളക്കുണ്ട്. അവിടെ ഒരു വടിയുണ്ട്, ഒരു വിദ്യാർത്ഥിയുണ്ട്. ഒക്കെ പുള്ളി ഇങ്ങനെ കയ്യിലിട്ട് കറക്കും വടിയിൽ തടിച്ച് അച്ഛനെ വരുത്തി പരിപാടികൾ ചെയ്യുന്ന ആളാണ്. ഞാൻ കയറി അങ്ങോട്ട് ചെന്നപ്പോ എന്തോ നിങ്ങളതിന്റെ തിയോളജി ഒന്നും എന്നോട് ചോദിക്കാതിരിക്കാമെങ്കിൽ ഞാൻ ചെയ്ത പ്രയോഗം ഞാനെന്ന് പറയാം. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ പരിപാടി ഞാൻ എന്താണ് ചെയ്തത്? ഞാനൊരു ഇതിന്റെ വെള്ളം ഇങ്ങോട്ടെടുത്ത് ഈ പൂജയുടെ മുഖത്തോട്ട് ഒറ്റ ഒഴുകും. യേശുവിന്റെ നാമത്തിൽ തോന്നി ചാടി പുള്ളിക്കാരൻ ചാടിയത് ഞാൻ പറഞ്ഞു ഞാനാ എന്താ? ഞാൻ പറഞ്ഞു ആത്മാവല്ല യേശുവിന്റെ നാമത്തിൽ പറയുന്നത് പുള്ളി മിണ്ടിയില്ല. ഇങ്ങനെ വിൽപ്പനിക്കുന്നുണ്ട്. അത്യാക്ഷരമനങ്ങില്ല. പിന്നെ ഉപവസിച്ച് ചക്കരിപ്പെട്ട കൊണ്ട് കയറി കയറ്റ പറ്റിക്കോ പ്രാർത്ഥിച്ചിറങ്ങി ഞാനൊരു പോകുന്നു. നിങ്ങൾക്കറിയണോ, പിറ്റേ ആഴ്ച ചൊവ്വാഴ്ച വൈകിട്ട് മൂപ്പര വടിയും എടുത്ത് പിച്ചാത്തേക്ക് ഇറങ്ങി. ഇങ്ങനെ 8 എണ്ണം ഉണ്ട് ആ ഭാഗത്ത്. അവരെല്ലാം കൂടെ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ടൊരു കൂട്ടം കൂടും. എന്തിനാണെന്നോ, വൈകിട്ട് കൂടുന്നത് ഈ അച്ഛന്റെ ആ പൂജക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി അവർ തമ്മിലൊരു വടി കറക്കും, ഒരു പിച്ചാത്തി കറക്കും, ഒരു വെളിപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിന് വേണ്ടി ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയതാണ്. ചെന്ന് പതുക്കെ വടി കറക്കി, ആ വിദ്യാർത്ഥി കറക്കി, കയ്യിലിട്ട് കറക്കി, വടിയടിച്ച് മേശപ്പുറത്ത് അടിച്ച് തിരിഞ്ഞപ്പോ വേറെ കയറി തുള്ളി. ഇയാൾക്ക് ചക്കരിഞ്ഞോട്ട് വരുന്നുണ്ട്.
മറ്റൊരുത്തൻ തുള്ളിയിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഇനി ഞാൻ വരികയാണ്. അതല്ല, എന്നെ അശുദ്ധപ്പെടുത്തി. ആര്? ഒരു കണ്ണാടിക്കാരൻ കൊച്ചൻ, ഒരു കറുത്ത നിറം, ഇത്രയടി നീളം. പുള്ളിക്ക് മനസ്സിലായ നമ്മുടെ പണിയാണ്. അന്ന് കോപിച്ചൻ ആ വീട്ടിലേക്ക് മടങ്ങി വന്ന്, നിന്റെ ഉപദേശം ഞാൻ കണ്ടിക്കോളാം, നിന്റെ ഉപദേശം ഞാൻ വിളിച്ചോളോടെ കണ്ടിക്കും. എന്നോട് പുള്ളി പറഞ്ഞു കണ്ടിക്കുമല്ലോ. ഞാൻ പറഞ്ഞ ഒരു ദിവസം വരാം, കണ്ടിക്കട്ടെ. പിറ്റേ ദിവസം പോയി, പിറ്റേ ആഴ്ച ഒന്ന് പോയി. ഞാൻ ഈ കണ്ടിക്കുമെന്ന് പറഞ്ഞാൽ പിറ്റേ ആഴ്ച അർത്ഥം പോയി എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വസ്ത്രാവുണ്ട്. അന്ന് പെണ്ണ് കെട്ടി തട്ടാത്തൊരു ധൈര്യമൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് അത്രയും ധൈര്യമില്ല. ഭാര്യയും പിള്ളേരെ കൊണ്ടുണ്ടോ എന്ന് വിചാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് ഞാൻ കയറി ചെന്നു, അവിടെ കയറി ചെന്നു. ഞാനൊന്ന് കിടന്നു പോയി പ്രാർത്ഥിച്ചുകൊണ്ടോ പോയത്. എന്റെ ദൈവമേ, എന്നെ ഒന്നും ചെയ്യട്ടെ, എനിക്ക് പേടിയുമായിട്ട് ഒരു അജാനഭാഗം ഒരുത്തണം. നിങ്ങൾക്കറിയണമോ, ഞാൻ കടന്നു എന്ന് ഉദ്യോഗം ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഞങ്ങൾ രണ്ടുകൂടെ ഇത്രയും മാത്രം വീതിയുള്ള ഒരു വയറിന്റെ വരമ്പിൽ കൂടെ വേണം ക്രോസ് ചെയ്യാൻ. പുള്ളി ഇങ്ങോട്ട് വരിക, ഞാൻ അങ്ങോട്ടേക്ക്. എന്റെ പൂർണ്ണ വിശ്വാസം ഒരൊറ്റ ഇടിക്കന്നെ പുള്ളി വയലിൽ മറിക്കുന്നു. സ്തോത്രം സ്തോത്രം പറഞ്ഞ് അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടും ക്രോസ് ചെയ്യുമ്പോൾ സ്തോത്രം കൊണ്ട് അപ്പുറത്തോട്ടം കയറി എനിക്ക് ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു എന്നെ പിടി കിട്ടിയില്ല. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ അങ്ങോട്ടേക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വന്നെന്ന് പറഞ്ഞേക്കണം, പോവുക. അപ്പോഴേ ഫലപ്പെട്ടു. 3-ാമത്തെ മാസത്തിൽ മൂർനാട്ടുള്ള കുഷ്ഠരോഗാശുപത്രിക്കാരൻ നേടിപ്പിലാക്കി വന്ന പുള്ളിയെ പിടിച്ച് കുഷ്ഠാശുപത്രി കൊണ്ടിട്ടുള്ള പുള്ളി കുഷ്ഠരോഗിയായിപ്പോയി. കേട്ടോ, കളിക്കല്ലേ കളിക്കല്ലേ. നീ ആരാധിക്കുന്നത് ആര്? നിന്റെ സന്തതികളുടെ നിലവാരം എന്തോ? ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടെന്ന് ആരാധിച്ചില്ലെങ്കിൽ സംഗതി തെറ്റ്. ഇന്ന് രാത്രി തീരുമാനമെടുത്തിട്ട് ഇവിടുന്ന് കടന്നു പോകാം. പ്രകൃതിയെയും പിതൃക്കളെയും പ്രേതങ്ങളെയും പിശാചുക്കളെയും സേവിക്കുവാൻ ഈ പുസ്തകം അനുവദിക്കുന്നില്ല. ചിലർക്കൊരു കൂവളം മതി ആരാധിക്കണം, ഒരു കൂവളം. അതിന്റെ കൂവളത്തിൽ ചവിട്ടിൽ ചില വളം ഇതൊക്കെ ഇട്ട് അങ്ങ് ആരാധിച്ചോളൂ. ചിലർക്ക് സ്വല്പം പാഞ്ചിയലയോ സ്വല്പം തുളസിയലയോ മതി, നട്ടു വെച്ചുകൊണ്ട് അങ്ങ് തൊഴുകൊള്ളുക. ആരെ ആരാധിക്കില്ല? യേശുവേ, അങ്ങാണ് ആരാധിക്കപ്പെടാൻ യോഗ്യം. കാരണം പറയാം, അങ്ങ് സൃഷ്ടാവും ഞങ്ങൾ സൃഷ്ടികളാണ്. തിരുവചനം വായിക്കുന്നത് സകലവും അവൻ മുഖാന്തരമുള്ളതാണ്. ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സൃഷ്ടിയുടെ മണിമകുടമായവൻ, പിതാവിന്റെ മകിതയുടെ വലത് ഭാഗത്തിരുന്നവൻ, പിതാവിന്റെ പ്രബലത്തിനെ പ്രബോധിച്ചുകൊണ്ടിരുന്നവൻ, അവന്റെ പ്രബോധം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രേഷ്ഠനായ കർത്താവേ, ശ്രേഷ്ഠനായവനെ അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവാകിയാൽ ഇന്ന് രാത്രി നിറഞ്ഞ ഹൃദയത്തോട് തൊഴുകയോടെ സൃഷ്ടാവിന്റെ മുൻപ് സൃഷ്ടികളായി നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒന്ന് സ്തുതിച്ച് നടത്താൻ എല്ലാവരും കരം ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നാൽ ധൈര്യമായി ഉയർത്തുന്നത് യേശുവിനെ സ്തുതിക്കാം. ദൈവനായ കർത്താവിനെ ഇന്ന് രാത്രിയിലും ആരാധിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞാൽ നമ്മളിനെ വാഴ്ത്തുവാൻ കടപ്പെട്ടവരാണ്. കാരണം യേശു ആരാധിക്കപ്പെടുവാൻ യോഗ്യനാണ്. സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് എന്നെ വെട്ടിപ്പൊളിച്ച് നീങ്ങുന്നത് കേട്ടോ. യേശു യോഗ്യ മണവാളൻ, ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ. എന്താ കാര്യം? അവൻ സൃഷ്ടാവും നമ്മൾ സൃഷ്ടികൾ. തമിഴ്കാരൊരിക്കൽ പാടി, കല്ലും മണ്ണുമൻ കടവുളല്ല കൈത്തീരം ദൈവം അല്ല. കല്ലും മണ്ണുമൻ കടവുളല്ല കൈത്തീരം ദൈവമല്ല. ആവിയോടും ഉമ്മയോടും ആവിയോടും ഉമ്മയോടും നെറുകിടുക പാട്ടിന് അർത്ഥം മനസ്സിലായല്ലേ? കല്ലും മണ്ണുമൻ കടവുളല്ലേ, കല്ലും മണ്ണുമൻ കടവുളല്ലേ, കയ്യിൽ ചിത്തിരം ദേവനല്ലേ.
കല്ലും മണ്ണൊന്നും എന്റെ ദൈവമല്ല. കയ്യിലൊതുങ്ങുന്ന ഒരു ചിത്രം എന്റെ ദൈവമല്ല. ആദിയോടും ഉണ്മയോടും ആദിദേവനെ എനിക്ക് ആത്മാവിലും സത്യത്തിലും ആദിദൈവമായ ദൈവത്തെ യഹോവയെ ഞാൻ നമസ്കരിക്കുന്നു. രാത്രി ധൈര്യവന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാൽ മിണ്ടാത്ത പൊമ്മയല്ല. രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എനിക്ക് വേണ്ടി കാൽവരുടെ പരത്തിൽ ഇരുകള്ളന്മാർ മധ്യത്തില് ഇരുമ്പാണികൾക്കിരയായി തീർന്ന് രക്തമൂർത്തിത്വം എന്നെ വീണ്ടുവരും. ഈ ഉലകത്തെയും അതിന് സകല ചരാചരങ്ങളെയും രക്ഷിച്ച് ഭരിച്ച് പരിപാലിക്കുന്ന തേജോമയനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞാൻ നമസ്കരിക്കുന്നു. നിത്യതയിലും അവൻ ആരാധന വിഷയമാണ്. അതുകൊണ്ടാണ് അവര് കിരീടങ്ങളെടുത്ത് കുഞ്ഞാടിന് മുൻപാകിച്ചുകൊണ്ട് പറയുന്നു, നീ യോഗ്യൻ, നീ യോഗ്യൻ, മഹത്വവും മാനവും സ്തോത്രവും സ്തുതിയും കൈപ്പറ്റുവാൻ നീ യോഗ്യൻ. കാരണം നീ ഞങ്ങളെ സൃഷ്ടിച്ചു, നീ സകലവും ഉണ്ടാക്കിയവനാകിയാൽ, നീ സകലവും സൃഷ്ടിച്ചവനാകിയാൽ, അങ്ങ് സൃഷ്ടാവും ഞങ്ങൾ സൃഷ്ടിയവനാകിയാൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പുണ്യാളച്ചോ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചില്ലാകിയാൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കത്തില്ല. ഞാൻ പുതുപ്പള്ളി ചെന്നപ്പോ നാട്ടുകാരെ അവിടുത്തുകാരെല്ലാം കൂടെ കൂടി പുതുപ്പള്ളിക്കാരെ കാണും. ഒയ്യോ, ഞാൻ അവിടെ നിന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കുതിരക്കാരെ വിമർശ, അങ്ങേ ഞങ്ങൾ ആരാധിക്കാൻ ഒക്കത്തില്ല. കാരണം അങ്ങ് ചെയ്ത വലിയ അത്ഭുതം എന്ന് പറയുന്നൊരു പാമ്പിനെ കൊന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ എത്ര പാമ്പിനെ കൊന്ന എത്ര ഭൂവാലന്മാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ആ ഭൂവാലന്മാരെയൊക്കെ ഞങ്ങൾ ആരാധിക്കണമോ? സഹൃദയരെ, അന്ന് മാത്രം അവരെന്നെ ഓടിച്ചില്ല. ഞാൻ പതുക്കെ പോയി രാത്രി തന്നെ കേൾക്കുന്നവരെ ഞങ്ങൾ ആരാധിക്കുന്നത് ആരെ? ആരാധനപ്പെടുവാൻ ക്രിസ്തു യോഗ്യൻ മണവാളൻ. ഇവൻ യോഗ്യൻ 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 എന്ന് കഴിഞ്ഞ രാത്രികളിലായി ഇന്ന് ഞങ്ങളങ്ങ് പറയുക. കാരണം ഇവൻ യോഗ്യൻ. അതുകൊണ്ടാണ് നീ യോഗ്യ മണവാളൻ. വായിക്കാൻ നമുക്ക് എഫെസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യവും 27-ാമത് വാക്യവും വായിക്കാം. പിന്നെ ഞാൻ പ്രസംഗിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്നത് കൊണ്ട് പിന്നെയും ഇതിന് പ്രതിഫലമുണ്ട് എന്നെനിക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അനേകം കത്തുകൾ എനിക്ക് വന്നു. ഞാൻ കത്തെഴുതിയിട്ടല്ല, ഞാൻ ആർക്കും എഴുതിയിട്ടുമില്ല, ഞാൻ എഴുതത്തുമില്ല. ഏത് സ്റ്റേറ്റിൽ നിന്നോട് ധൈര്യമായി പറയാം, ആദർവി മാത്യു ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന ആവശ്യമുള്ളതുമുണ്ട്, ഞങ്ങൾക്ക് കത്തെഴുതിയെന്ന് പറയാം. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കും തന്റെ ഇടമില്ലേ എങ്ങും എഴുതിയിട്ടില്ല. എന്റെ കർത്താവ് എന്റെ കണ്ണടയോട് എനിക്ക് സമ്മതിക്കരുത് എന്റെ പ്രാർത്ഥന. ദൈവം എനിക്കെല്ലാം തരുന്നുണ്ട്. സഹോദരരെ, നിങ്ങളെ പോലെ മാന്യമായ വീട്ടിൽ മാന്യമായ നിലയിൽ താമസിക്കുന്നവനാണ് ഞാനും. എന്നെ തരംതാണ് കാണാതിരുന്ന വെച്ചാൽ മതി കേട്ടോ. ഞാൻ യേശുവിന്റെ പൈതല, കർത്താവ് എല്ലാം തരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു യോഗ്യ മണവാളനാ എന്ന് വിളിച്ചു പറയാൻ കാരണമുണ്ട്. യേശു ക്രിസ്തു ശ്രേഷ്ഠനാ. കാരണം പറയാം, നമുക്ക് വായിക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കാം. അവരവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ഹറാശുദ്ധം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജത്തോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ വീഡിയോ മിനിസ്റ്ററുടെ കാര്യം പറഞ്ഞു വന്ന ഇടയ്ക്ക് വിട്ടുപോയതാണ്. പിന്നെ അനേകർ കത്തെഴുതിയതിനകത്തുണ്ട്, ദൈവത്തിന്റെ ദാസ വീഡിയോ കണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആ പ്രസംഗങ്ങൾ അത് കൂടുതൽ എഫക്റ്റായി വന്നത് ആരാധന എന്നുള്ള വിഷയമായിരുന്നു. അനേകം ആ വിഷയം കേട്ടിട്ട് എനിക്ക് എഴുതി, ആ പ്രസംഗത്താലാണ് ഞാനും ഒരു ദൈവമൈതനായി മാറ്റപ്പെട്ടത്. ഞാനൊരു ദൈവം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഈ മിനിസ്ട്രിക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത്, അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി പിന്നെ വിശുദ്ധീകരിക്കേണ്ടതിനും പിന്നെ കറ തുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. നീ യോഗ്യൻ യോഗ്യ മണവാളെന്ന് പറയാനുള്ള യോഗ്യത ഏൽപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. എക്ലീഷ്യയുടെ പ്രേമവിഗ്രഹമായ ക്രിസ്തു ഈ എക്ലീഷ്യയ്ക്ക് വേണ്ടി തന്നെത്താൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് സഭ ക്രിസ്തുവിന്റെ വകയാ. ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ പുള്ളിയുടെയും വകയല്ല. ചിലരൊക്കെ പറയുന്നത് എന്റെ സഭയുടെ കാര്യം നമ്മുടെ സഭ അല്ലെന്നേ.
നമ്മളെന്താ സഭയ്ക്ക് വേണ്ടി വേറെ പോലും വെക്കില്ല. പിന്നെ രക്തമൂറ്റി മുതൽ മണിക്കുവാൻ അപ്പുറം നിന്ന് വിഷമിക്കുക നമ്മൾ ഈ പറയുന്നു. യേശുവിന്റെ ആ സഭ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവൻ യോഗ്യ മണവാളനാണ്. നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ഉം 32-ഉം വാക്യങ്ങൾ വായിക്കാം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മരണം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഇതൊരു മർമ്മമാണ്. യേശു ക്രിസ്തുവും തന്റെ പ്രേയസിയായ സഭയും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ ഇതിൽ താണ ഒരു ഉദാഹരണം കൊള്ളത്തില്ല, ആപ്റ്റല്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തൃ ബന്ധവുമായി ഇതിനെ ഒരുമിച്ച് ചേർത്താ പ്രസ്താവിക്കുന്നത്. ഒരു ഭാര്യ തന്റെ ഭർത്താവ്, ഈ ബന്ധമാണ് പോലും തിരുസഭയും തിരുമേനിയും തമ്മിലുള്ള ബന്ധം. ഞാനീ പറഞ്ഞ തലേ തുണിയുന്ന തിരുമേനിയല്ല, എന്റെ തിരുമേനി. നിൻ തിരുമേനി അറുക്കപ്പെട്ടുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെ കുറിച്ച് പാടിയോ അവര് ശ്രേഷ്ഠൻ ക്രിസ്തു. ഈ തലമൂടി പ്രാർത്ഥിക്കാൻ പുസ്തകത്തിൽ വായിക്കുമല്ല പുരുഷൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ തലയെ അപമാനിക്കുന്നു. നമ്മുടെ നേതാക്കന്മാരെ ചെയ്തു വെക്കുന്നതാണ്. എന്താണെന്ന് എനിക്കൊരു പിടിയില്ല, എനിക്ക് പണക്കില്ല, ആരെങ്കിലും പണക്കൊള്ളു എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പോകത്തില്ല, കൊല്ലം അവരെ എടുക്കത്തില്ല എന്ന് പറഞ്ഞാ പറയും. അതുപോലെ ഞാൻ പ്രസ്താവിക്കുന്ന എന്റെ വിരുദ്ധനെ കുറിച്ചാണ്. എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട ശ്രേഷ്ഠനായ കുറിച്ച് അവന്റെ സഭയിൽ താൻ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കാൾ താണതല്ല, അതിനേക്കാൾ ഉന്നതമാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണ്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നല്ല സുഹൃതം എന്ന ഭാര്യമാരാണെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എന്തും വാങ്ങിക്കാൻ കൊടുക്കുന്നവരാണ്. കാരണം ഞാനും 10-16 വർഷം കൊണ്ട് ഒരു സഹോദരനും കൂടെ പാർക്കിന്റെ എന്നാലും ഞാൻ ഡൽഹിയിലോട്ട് പോകാൻ നേരത്ത് സാധാരണ ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ ശുശ്രൂഷ എനിക്ക് നിൽക്കും. ഞാൻ വിചാരിച്ചത് ഇപ്പോഴത്തെ ഒപ്പിച്ചുകൊണ്ടാണ്. അങ്ങോട്ട് പോയി ബോയിലർ ചിക്കനെ കൊണ്ടുവന്ന് പറ്റുന്നതൊന്ന് വൃത്തിയാക്കി റെഡിയാക്കി അതൊരു പ്രത്യേക പാക്കറ്റ്. എനിക്ക് അത്യാവശ്യമുള്ള പൊറോട്ടായും ചപ്പാത്തിയൊക്കെ പ്രത്യേകം പാക്കറ്റ്. ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ഭക്ഷണത്തിന്റെ കൂടെ പാവയ്ക്കാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തു അത് ഒരു പ്രത്യേകം പാക്കറ്റ്. എല്ലാം ക്രമപ്പെടുത്തി ഞാൻ തന്നെ വിചാരിക്കണമെങ്കിൽ സാധാരണമല്ലാത്ത വെള്ളം പുള്ളിക്കറി അതുകൊണ്ടൊക്കെ അങ്ങനത്തെ അകത്ത് പഠിച്ച് ശുശ്രൂഷ. ഞാനതെല്ലാം കൈപ്പറ്റി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ പുള്ളിക്കാരി അടുത്ത് കൂടി എന്നോട് പറയാം, പപ്പാ പോയിട്ട് വരുമ്പോഴേ എനിക്ക് 2 സാരി കൊണ്ടുവരണം. അതിനായി ഇതെല്ലാം ചെയ്തത്. ഇത് ആഴ്ച കൈവച്ചോണ്ട് ഞാൻ പറയാനൊക്കെ വേണ്ട, ഒക്കത്തില്ലെന്ന് പറയാൻ ഞാൻ പറഞ്ഞ പപ്പ സൂസമ്മയ്ക്ക് മൂത്ത മോളെ വരാം. സൂസമ്മയ്ക്ക് ബ്ലൗസും പാവാടയൊക്കെ വളരെ കുറവാണ് കേട്ടോ. കുഞ്ഞിത്തറയൊക്കെ പ്രായമായ കോളേജിൽ പോകുന്ന സമയമല്ലയോ, അതിനെക്കുറിച്ച് ഒരു തീർച്ചയായും പപ്പായ്ക്കുള്ള മിറ്റീൻ ടോപ്പും കൊണ്ടുവരണം. ഞാൻ അന്ന് കേൾക്കാം അതിന് പേര് മിറ്റീൻ ടോപ്പും. ഞാനത് കുറിച്ചിട്ടു. ആ പറഞ്ഞ സാധനം എന്താണെന്ന് അവിടെ ചെന്നപ്പോഴാണ് പിടികിട്ടിയ മിറ്റീൻ ടോപ്പും. പാവയ്ക്കാണെങ്കിൽ പാവാട ഇല്ല, അത് അക്കാര്യത്തിന് ഞാൻ പറയണ്ടല്ലോ, അതൊന്നും ശ്രദ്ധിച്ചേക്കണം. അവക്ക് കൊണ്ടിരുമ്പോൾ ഇവക്ക് കൊണ്ടുവരായിരുന്നു, പിന്നെ ഇവിടെ വഴക്കാം. ഞാൻ അതും കേട്ടത്. ചെറുക്കൻ്റെ കാര്യം പറയണ്ടല്ലോ, അവൻ ഇവിടെ പോകണമല്ലയോ, പാലോ ഷർട്ടോ സഫാരിയോ എന്തോ ഇഷ്ടോ വെച്ച പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ സകല പുള്ളികൾക്ക് ഞാൻ തുണി കൊണ്ടുവരണോ, അതിനാ ഈ ഒരു കഷ്ണം ഇറച്ചിയും 2 ചപ്പാത്തി എന്നുടയവരെ. അയ്യോ സഹോദരിമാരുടെ ബുദ്ധി, അയ്യോ സഹോദരിമാരെ നിങ്ങൾ ബുദ്ധിയുള്ളവരാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ കയ്യിരിക്കുന്നതെല്ലാം മാറ്റാൻ ബുദ്ധിയുള്ളവരാണ്. ആട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനോട് നമ്മൾ ചെയ്യുന്നത് ഇതാ. എന്തോ കൊടുക്കുന്ന എന്റെ തമ്പുരാൻ, നമ്മുടെ എന്തോ വേണം. ആകെ പോയി രാവിലെ വൈകിട്ട് ഈ 2 ഉണക്കത്തോത്രം എന്നിട്ട് ഇരുന്നങ്ങ് പിടിച്ചോളൂ. എന്നെ അനുഗ്രഹിക്കണം, പിള്ളാരെ അനുഗ്രഹിക്കണം, അവന്റെ വസ്തു കൂടെ തരണം, എവന്റെ വസ്തു കൂടെ തരണം. അവസാനത്തെ പിടിയാ വയ്യാത്ത സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതെല്ലാം കേട്ട് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്താൽ നാം അങ്ങോട്ടും കൊടുത്തു അവന്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നവൻ അങ്ങനെ അനുഗ്രഹിക്കുന്നവൻ തന്നുകൊണ്ട് എന്നെ നിങ്ങളെ സ്നേഹിച്ച് ഇറങ്ങി വരുവാൻ തുടങ്ങുന്ന ശ്രേഷ്ഠ ക്രിസ്തു അവൻ യോഗ്യ മണവാളൻ.
യോഗ്യമണമാണ്, യോഗ്യമണമാണ്. സകലരെ ക്ഷമിക്കണം. ഇന്ന് രാത്രി നിങ്ങളുടെ അനുവാദത്തോട് 9:45 ഞാൻ പ്രസംഗം അവസാനിപ്പിക്കത്തുള്ളൂ. 9:30 അവസാനിപ്പിക്കുമ്പോൾ ആരും ഇരിക്കരുത്. ഇന്ന് 9:30 ആകത്തില്ല, ഇന്ന് 9:45 ഉള്ളൂ. കാരണം എന്താ ചോദിച്ചാൽ ഇന്ന് നമ്മുടെ അവസാനത്തെ യോഗമാണല്ലോ. ഇനിയിപ്പോഴും നമ്മളെ ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 15 മിനിറ്റ് നിങ്ങളുടെ അനുവാദത്തോട് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകും. യോഗം കഴിഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കിടന്ന കാര്യം പറയാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത്യാവശ്യമുള്ളവർ ഡ്യൂട്ടിക്ക് പോകാനുള്ളവർ ആ സമയം വരുമ്പോൾ അങ്ങോട്ട് ക്രിസ്തുവിന്റെ യോഗ്യത എന്താ? മണവാളനായിരിക്കാൻ. ഇതുവരെ ഞാൻ പറഞ്ഞത് ഈ വേദപുസ്തകത്തിന് ആണോ എടാ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ നിൽക്കുകയായിരുന്നല്ലോ. ക്ഷമിക്കാമെങ്കിൽ ഞാൻ നിരുസാരം നിങ്ങളോട് പറയാം. നിരുസാരത്തിൽ മണവാളന് കൊടുത്തിരിക്കുന്ന പ്രത്യേകത, ഒരു കല്യാണത്തിൽ ഒരു മണവാളനെ കുറിച്ച് 4 വിധ ആളുകൾ 4 വിധത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു പദ്യത്തോട് പറയാമെങ്കിൽ സകയെ നമുക്ക് ഇവിടെ കിട്ടും. നിരുസാരം ഇങ്ങനെയാണ് വിസ്തരിക്കുന്നത്. ശ്രുതിനിശ്ചന്തി വിതരോ ധനമിശ്ചന്തി മാതരാ ബാധവാകുലമിശ്ചന്തി രൂപമിശ്ചന്തി കന്യക. സംസ്കൃതമാണ്, സംസ്കൃതം. പിടി കിട്ടിയിട്ടില്ല. പിടി കിട്ടിയെന്നൊക്കെ വാക്കുണ്ട് അതിനകത്ത്. നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമൊന്നും അല്ലെന്ന് മാത്രമല്ല. ഒരുമിച്ചത്തി വിതരോ അമിച്ചത്തി മാതര പാണ്ഡവ ഉരമിച്ചത്തി ഊറമിച്ചത്തി. സംസ്കൃതമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കൃതമാണെന്ന് ആവശ്യമില്ലാത്തതൊന്നും അർത്ഥം. വിവാഹത്തിങ്കൽ ആ പിതാവ് തന്റെ മരുമകനെ കുറിച്ചൊരു ആലോചന, തന്റെ ആഗ്രഹം. പിതാവിന്റെ ആഗ്രഹം, എന്റെ മകൾക്ക് വരുന്ന പയ്യൻ സുപ്രസിദ്ധ വാഗ്മിയായിരിക്കണം, ശ്രുതിമാനായിരിക്കണം, 4 ആൾ കൂടുന്നിടത്ത് കയറി നിന്ന് 4 വാക്ക് പറയാൻ തന്റേടമുള്ള ചെറുക്കനായിരിക്കണം എന്റെ മകൾക്ക് വരുന്ന പയ്യൻ. അപ്പൊ മാതാവ് തള്ള മാതാവ് അനമിച്ചന്തി മാതര. നമുക്കറിയാം അനമിച്ചന്തി മാതര. വല്ലതും കഴിക്കാൻ വല്ലതുള്ള വീട്ടിലെ പെണ്ണിനെ അയക്കുന്നുള്ള അനമിച്ചന്തി മാതര. ഈ പെണ്ണിനെ വിടുന്നത് ധനമുള്ള വീട്ടിലായിരിക്കണം, ധനമുള്ള പയ്യൻ വേണം കല്യാണം കഴിക്കാൻ. ബന്ധുക്കളുടെ ഉദ്ദേശം കുലമിച്ചന്തി, കുലശ്രേഷ്ഠതയുടെ ചെറുക്കനായിരിക്കണം. അണ്ടനയുടെ പുറകെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാനൊക്കത്തില്ല. ഞങ്ങൾ കുടുംബക്കാരൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കൊള്ളാവുന്ന കുടുംബക്കാരൻ വേണം ചെറുക്കൻ. കുടുംബക്കാരനായിരിക്കണം ബന്ധുക്കളുടെ ആഗ്രഹമാണ്. അപ്പോ കന്യക പെൺകുട്ടി അവളോട് ചോദിച്ചാൽ പറയും കുലമിച്ചന്തി കന്യക. അവള് പറയുന്നത് കണ്ടാൽ കൊള്ളാവുന്ന ചെറുക്കൻ വേണം. അത് ഏതവനായാലും വേണ്ടിയല്ല, കണ്ടാൽ കൊള്ളാവുന്നതായിരിക്കണം. അല്ലാതെ മരങ്ങോടൊന്നും എന്റെ കൂടെ വന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ തലക്കാരുടെ വട്ടത്തെ ഇയാളിങ്ങനെ കുടിഞ്ഞു പിടിച്ചത് എന്റെ കൂടെ വരരുത്. രൂപമിച്ചന്തി കന്യക. ഞാൻ ചോദിക്കുന്നു, ഈ 4 ലക്ഷണം പറഞ്ഞ ഏതെങ്കിലും പുരുഷന്മാരിനകത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ട് നിങ്ങൾക്കൊരു അവാർഡ് തരാൻ പോവാ. ഇപ്പൊ ഈ സദസ്സിൽ വെച്ച് തരാൻ പോവുക. തല നിറച്ചാലും വേണ്ടിയുള്ള എഴുന്നേറ്റ് നിന്ന് ഞാനത് കാലത്ത് ഈ 4 ലക്ഷണം തരുന്നത് ഒരൊറ്റ പുരുഷനോട് എഴുന്നേറ്റ് പോവാ. ഒരു ചെറിയ സമ്മാനം തരാൻ ഞാൻ വെറുതെ $1 തരാൻ ഞാൻ. അതേ ഇരിപ്പുണ്ട്, ആരോടൊക്കെ തന്നതാ ഇരിപ്പുണ്ട്. ഒറ്റപ്പിന്നില്ല. അതായത് പരമാർത്ഥം. നമ്മുടെ കവിവര്യന്മാർ പാതി കേട്ടോ, ലക്ഷന്മാരുടെ കൂടുമ്പോൾ അത് ലക്ഷണമുള്ളവനൊന്നോ രണ്ടോ, 1 ലക്ഷം പേര് കൂടിയാൽ ലക്ഷണമൊത്തവൻ 1 2 ഉള്ളൂ. ഉടലതി രമ്യം ഒരുത്തന് കാക്കൊരു മുടന്തുണ്ട്. അങ്ങനെ ശരീരമൊക്കെ കണ്ടാക്കൊള്ളും, പക്ഷെ ആശം നടക്കുമ്പോൾ ഒരു തേങ്ങ. ഉടലതി രമ്യം ഒരുത്തന് കാക്കൊരു മുടന്തുണ്ടെന്നതുമായ ഒരു ദോഷം. മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനതായ ഒരു ദോഷം. ഒരുത്തൻ സംഗതി കൊള്ളാമെങ്കിലും കണ്ണൊന്ന് ഒരു പണ്ടേ കത്തുന്നുള്ളൂ. മറ്റേതോ വെളുപ്പം ബലമറ്റ് പോയതാന്ന് തോന്നുന്നു. ഒറ്റക്കണ്ണനതായ ഒരു ദോഷം. വേറെത്തനോ ചേർത്തകൾ പലതുണ്ട്, അവനൊരു കിഞ്ചൻ ഉച്ചക്കണ്ണുണ്ടെന്നൊരു ദോഷം. അത് ഇവിടുത്തെ സായിക്കുമാരുടെ ആയിരിക്കും. ചേർത്തകൾ പലതുണ്ട്, അവനൊരു കിഞ്ചൻ ഉച്ചക്കണ്ണുണ്ടെന്നൊരു ദോഷം. വേറെത്തനോ വേറെത്തിന് സംഗതിയല്ല അറിയാമെങ്കിലും പറഞ്ഞു പറ്റിക്കാൻ വയ്യ. അപ്പം പറയുന്നത് എന്നൊരു സഭയിൽ നല്ല ജാതിയിൽ വന്ന് പുള്ളിക്ക് ചെറിയ നിൽക്കുന്നു. നമ്മുടെ മോശം തുറക്കല ചെറിയ നിൽക്കുന്നു. ലക്ഷണമുള്ളവരില്ല. ഞാനിനി എന്റെ മണവാളിനെ വിസ്തരിക്കാൻ കേട്ടോ. സുപ്രസിദ്ധ വാഗ്മി 12ാമത്തെ വയസ്സിൽ ന്യായശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ ഇടയ്ക്കോട്ട് കയറി ഇരുന്നുകൊണ്ട്
വേദപ്രമാണ ന്യായശാസ്ത്രങ്ങളെ കുറിച്ച് വിസ്തരിച്ചത് ന്യായമായി വാദിച്ചപ്പോ മൂപ്പന്മാരൊക്കെ മൂക്കത്ത് വെറുതെ വെച്ച് ചോദിക്കുക, ശാസ്ത്രം അഭ്യസിച്ചിട്ടില്ല, ഞാൻ എവിടുന്നപ്പാ? ശാസ്ത്രം അഭ്യസിച്ചിട്ടില്ലാത്ത എവനെ ഞാനെവിടുന്നപ്പോ? അവൻ വിജ്ഞാന ഭണ്ഡാരം സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ, ഏത് ചോദ്യത്തിന് ഉത്തരം ഉടനെ. ആ സുപ്രസിദ്ധവാഗ്നി, ശ്രേഷ്ഠവാഗ്നിയായ ക്രിസ്തു. രണ്ട്, ധനവാനായിരിക്കണം. സ്വർഗത്തിലും ഭൂമിയുള്ള സകലത്തിന്റെയും അധികാരി ഉടമസ്ഥനുമായവൻ അവനല്ലാതെ ഒരു മുതലാളി ഇവിടെ ഉണ്ടോ? അല്ലേ ധനവാൻ. മൂന്ന്, കുലശ്രേഷ്ഠതയുള്ളവൻ. ഈ ലോകത്തിലെ തന്നെ എടുക്കാം, സകല കുലങ്ങളിലും വെച്ച് മകുട ഉദാഹരണമായി മണിമകുടമായ കുലം ഏതെന്ന് ചോദിച്ചാൽ യഹൂദാ കുലമാണ്. അവൻ അതിനകത്ത് ചോട്ടായൊന്നുമല്ല, യഹൂദാഗോത്രത്തിലെ സിംഹം. ദാവീദിന്റെ പേര് ഉലകത്തെ മൊത്തം ഭരിക്കുവാൻ ഇറങ്ങി വരുന്ന ശ്രേഷ്ഠ രാജാവായ ക്രിസ്തു. ഇവൻ യോഗ്യനാ. പിന്നെ സുന്ദരനായിരിക്കണമെന്ന് കന്യകയുടെ ചിന്ത. രൂപമിഷ്ടം സുന്ദരൻ. സുന്ദരനാണോ എന്ന് ശൂലേഖൻ ചോദിച്ചാൽ അവള് പറയും സർവാംഗ സുന്ദരൻ. അംഗപ്രത്യംഗമായി എടുത്തു നോക്കിയാൽ സർവാംഗ സുന്ദരൻ. ഓറഞ്ചും തക്കാളിയും കൂടെ ഇടകലർത്തിയ പോലുള്ള കളറ്, 6 അടി നീളം, കുനുകുന്തള ശീതള പരിമളമായ വാർമുടി, പാതി തുറന്ന കരിമീൻ കണ്ണുകളുടെ കടാക്ഷ വീക്ഷണം, മേൽതൊട്ടടിയോളം തുന്നലില്ലാതെ നെയ്തൽ താങ്ങി, ബാലൻ കോപരസം കലർന്ന മിഴിയ എന്ന് വേണ്ട. എന്റെ തമ്പുരാനെ നിന്നും നിർത്തി അങ്ങോട്ട് വിസ്തരിച്ചാൽ എവനെപ്പോലും സുന്ദരനുണ്ടോ? പിന്നെ അത് ഭൂമിയിലെ സൗന്ദര്യം. മേളിൽ ചെന്നപ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒഴുകട്ടെ. അവന്റെ മുഖം സൂര്യൻ ചക്കത്തോട് പ്രകാശിക്കുന്ന പോലെ. ചിലതിനെ കണ്ടാൽ പട്ടാപ്പകൽ 250 പണ്ടിട്ടെങ്കിലെ മുങ്ങി കാണാൻ പോകും. ഇത് കണ്ടോ? സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്ന പോലെ നല്ല സൗന്ദര്യം. മാത്രമാണ് കാല ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ട സദൃശം മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ശ്രേഷ്ഠനായ ക്രിസ്തു ഉന്നതങ്ങളിൽ അധിവസിക്കുന്നു. ഇവനാണ് എനിക്ക് നിനക്കും വേണ്ടി രക്തമൂർത്തിക്കുന്ന ശ്രേഷ്ഠമണവാളൻ. ഹല്ലേലൂയ. തന്റെ പ്രയത്നിയായ തിരുസഭയെ ചേർക്കുവാൻ താമസമനായി ഇറങ്ങി വരുന്ന ശ്രേഷ്ഠനായ യോഗ്യനായ ക്രിസ്തു. കാരണം എന്തുകൊണ്ട് തിരുസഭ ചോദിക്കുക, ശുഭമുഖത്തമന്നാനൻ പരമപ്രിയനന്റെ വെളികാലിടുവാൻ. ശുഭമുഖത്തമന്നാനൻ പരമപ്രിയനന്റെ വെളികാലിടുവാൻ. സുഭദീനം കാത്തു കാത്തു ചിരിക്കും മധ്യേ സമയമായെന്നുരയ്ക്കുന്ന. സുഭദീനം കാത്തു കാത്തു ചിരിക്കും മേല സമയമായെന്നുരയ്ക്കുന്ന. 10,000 പരമസുന്ദരനായ മണവാളനോടുവൻ മാത്രം. ശുഭമുഹൂർത്തം നോക്കി ദൈവത്തിന്റെ വാദ്യഘോഷങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങുമ്പോൾ സ്വർഗദൂതവൃന്ദ സംഘങ്ങളെല്ലാം താളമങ്ങൾ ഒപ്പിച്ച് മധുരഗാനം കഴിക്കുമ്പോൾ ആ ശുഭമുഹൂർത്തത്തിൽ തേജോമയനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു രാജാധികാരം കൈപ്പറ്റി കഴിഞ്ഞ് അല്ല, വെറുതെ അല്ല. സ്വർഗത്തിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്, നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വരും, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ വാക്യത്തിന്റെ തൊട്ടുമുകളിൽ പറയുന്നത് സർവശക്തനായ നമ്മുടെ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. സ്വർഗത്തിലൊരു ശബ്ദമുണ്ടാകും, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ ആഴ്ത്തിരിക്കുന്നു. അവൻ രാജാധികാരം കൈപ്പറ്റി കഴിഞ്ഞ് എന്നെയും നിന്നെ ചേർക്കുവാനായി ആമേനാമൻ എന്നെ നിന്നെ വിവാഹം കഴിക്കേണ്ടതിന് വേണ്ടി രംഗത്തേക്ക് നിൽക്കും. അതിനു മുമ്പേ നമ്മൾ ഇവിടുന്ന് പോക്കും.
കാരണം ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്ന പരുവത്തിന് അങ്ങ് കല്യാണമല്ല കേട്ടോ. പ്രതിഫലങ്ങളെല്ലാം വിഭജിച്ച് നമ്മുടെ ദാസന്മാർക്ക് നൽകി കിരീടങ്ങളൊക്കെ അണിയിച്ച് കിരീടധാരികളായി തന്നെ രാജാതിരാജാവിന്റെ പട്ടമകശിയായി ആ വിശുദ്ധ ദിവസത്തിലേക്ക് എന്നെ ഇതിന്റെയും കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. വാത്സല്യ സഹോദരി, ഇന്ന് രാത്രി ധൈര്യം എന്ന് ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ന്യായം വിധിക്കുവാൻ യോഗ്യൻ. ആ പോയിന്റ് അവിടെ കിടന്നോട്ടെ. അത് അവന്റെ ഉയർപ്പ് കൊണ്ട് തെളിയിച്ചു. കാരണം അവനെ മരിച്ചവരുടെ കൂടെ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചതിനാൽ അതിന് ഉറപ്പുവരുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ന്യായം വിധിക്കുവാൻ യോഗ്യൻ. ഇന്ന് രാത്രിയിൽ മണവാളനായി ക്രിസ്തു കടന്നു വരാറായി, മടങ്ങി വരാറായി. നമ്മുടെ നാട്ടിലൊരു പാട്ടുണ്ട്, പ്രിയൻ വേഗം വരും നിത്യ രാജാവായി തന്റെ കാന്തയെ ചേർക്കാൻ. പാട്ടിന് ലിറിക്ക് പോരാ. കാരണം കാന്തൻ രാജാവായി തന്റെ കാന്തയെ ചേർക്കാൻ വരുന്നത് മണവാളനായിട്ടാണ്. നമുക്കൊരു ഗുണമുണ്ട്, എന്ത് കിട്ടിയാലും പാടും. അവൻ മണവാളനായി വേഗം വരാനായി. അതിന്റെ സഹോദരി, ഈ വലിച്ചുമാരിലെല്ലാം മനസ്സ് കിട്ടോ. ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ മാസത്തില് ഇന്ത്യയിൽ നിന്നോട്ട് വന്നപ്പോ എന്റെ കൂടെ അനേക ഫാമിലികൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ ഒരാളുടെ കാര്യം പറയാൻ പോവാ. നാളെ പേരും വിടുമെന്ന് ചോദിക്കല്ലേ, ഞാനങ്ങ് ഒരു കാര്യം പറയാൻ പോവാ. ഇങ്ങോട്ട് വന്ന വരവിലെ ഞങ്ങൾ താമസിച്ച ഹോട്ടല് സെന്റൂർ ഹോട്ടൽ 2 ദിവസം താമസിച്ചു കേട്ടോ. എന്തോ ഒരു എക്സ്പെൻസ് ആയിരുന്നു. എല്ലാം താമസിച്ചു. നല്ല ഒന്നാന്തരം പുഴയിൽ നല്ല ചാപ്പാടുമൊക്കെ. ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പോ എന്റെ കൂടെ സഞ്ചരിച്ച ഒരു സഹോദരി ബാഗ് ഇങ്ങനെ വീർത്തു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടുപിടിച്ചത് അന്നേരമാണ്. അതെ, ഈ പ്ലെയിനിലൊക്കെ കഴിക്കാൻ തരുന്ന ഭക്ഷണത്തിന്റെ കൂടെ നമുക്ക് ഈ കെച്ചപ്പും ഈ പെപ്പറും ഈ സാൾട്ടും ഒക്കെ തരുമല്ലോ. എനിക്കറിയാതെ ഞാൻ ഇരിക്കട്ടെ, വെറുതെ കളയണ്ട. നല്ല സാധനം നമ്മൾ നല്ല സാധനമാണ്, പക്ഷെ അവിടെ ഇതിന്റെ ആവശ്യമില്ല. കളയണ്ടത് ഞാൻ പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ വന്നിറങ്ങിയപ്പോ ബാഗിനകത്ത് ഇഷ്ടം പോലുള്ള സാധനം. ഞാനൊരു വാക്ക് പറഞ്ഞു, ചെന്ന് ചേരുന്ന ഇടത്തെക്കുറിച്ച് അറിവില്ലാത്തതുണ്ടായി ഒപ്പിക്കുന്നത്. അവിടെ ഏത് കടയിൽ ചെന്നാലും ഇത് ചെയ്യാം. ആവശ്യത്തിന് എന്റെ ആവശ്യമില്ലേ, ഇത് ചുമ്മാതിരിക്കത്തെ. ഓ അങ്ങനെ ഞാൻ കളയത്തില്ല. ഇവിടെ വന്നപ്പോഴൊക്കെ മൊത്തം കൂടെ പൊക്കിയെടുത്ത് ഗാർബേജ് ചെയ്യേണ്ടത്. കാരണം ഇവിടുത്തെ പിന്നാലെ അതിൽ നിന്ന് സഹോദരി ചെന്ന് ചേരുന്ന ഇടത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായി പൊക്കണത്തിനും എല്ലാം വാരിക്കരുത്. ജീവിതം ഒരു പൊക്കണമാണ്. 22 കാലത്തെ വിശുദ്ധന്മാര് കൊണ്ടൊരുക്കൾ ചവിട്ടി നദിക്കും സഹോദരി, വാരിക്കളയിലേക്ക്. ഈ ചെള്ളിയാത്ത മനോരമദേശത്തെ കുറിച്ച് സ്നേഹിത അറിവില്ല. ഞാനാണെന്നറിയാമോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതല ധൈര്യപ്പെടാൻ നാം ഒരു ദിവസം മക്കളേക്ക് കടക്കാൻ പോവുകയാണ്. ആമേൻ 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 ആമേൻ. ഒരു ഭക്തരൊരിക്കൽ പാടി, ഭാരങ്ങൾ ഒന്നും വേണ്ട യാത്രയിൽ അല്പ വീട്ടപ്പീന് തൊൽപ്പാതെല്ലാം ദാഹിത്തിൽ അല്പ വീട്ടപ്പീന് തൊൽപ്പാതെല്ലാം ദാഹിത്തിൽ. ഇരിപ്പ് കണ്ട ഇപ്പൊ ചത്തുപോകുന്നു തോന്നുന്നു. നമുക്ക് പാടി ആശ്വസിക്കുമല്ലോ. ഈ ഭാരങ്ങൾ കൂടും. ഈ വലിച്ചു ഭാരല്ലേ യേശുവിന്റെ രാജ്യം സമീപിച്ചു. യേശുവിന്റെ രാജ്യം സമീപിച്ചു. അടുത്തൊരു കൺവെൻഷനിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒക്കത്തില്ലെങ്കിൽ ഇതെന്റെ അവസാന മെസ്സേജാണെന്ന് രാത്രി നിങ്ങളോട് യേശുവിനെ രക്ഷിതമായി എന്റെ ജീവിതത്തെ തിരുവചനപ്രകാരം തിരുത്തു. തിരുവചനം നിങ്ങൾക്ക് വേണ്ടി തിരുത്തപ്പെടത്തില്ല. നിങ്ങൾ തിരുവചനപ്രകാരം തിരുത്തപ്പെട്ട് രാത്രി യേശുവിന്റെ ആത്മാവ് നിങ്ങളെ ഞെരുക്കുന്നു, ബന്ധപ്പെടുത്തുന്നു. ഇന്ന് രാത്രി തിരുവചനത്തിന് മുന്നിൽ നിങ്ങളെ തന്നെ സാക്ഷി ഏൽപ്പിച്ചുകൊണ്ട് സത്യാരാധനയ്ക്ക് വേണ്ടി തയ്യാറാകൂ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു കണ്ടാലും മണവാളൻ വാതിൽക്കൽ നിൽക്കുന്നു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുമ്പോൾ ആരും എഴുന്നേക്കത്തില്ല. എല്ലാവരും ഒരു വ്യക്തി അവസാന ദിവസം രാത്രി ശാസ്ത്രവാദത്തോടെ ഇവിടെ വിട്ടു പോകാറുണ്ട്. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിലെ യോഗം അനുഗ്രഹ വിഷയമായി തുടങ്ങുകയാണ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങാൻ
എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹ വിഷയം മാറ്റപ്പെടാൻ തുടങ്ങുകയാണ്. കൂടാത്തത്തെ പേടിച്ചാണോ ഇരിക്കുന്നത്? വാ പ്രാർത്ഥിക്കാം. അയ്യോ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നു, വാ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നിന്റെ വലുമേൽ അനുഗ്രഹം വരികയാണ്. എല്ലാവരും കണ്ണുകളെ കൂടാം. ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. അല്ലയോ കർത്താവേ, ഞാൻ വന്നെത്തുവാനുള്ള മനോഹരദേശത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പലപ്പോഴും എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടായിട്ട് ഞാൻ എന്റെ ജീവിതത്തെ അന്യാധീനപ്പെടുത്തി പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിയവളായി, ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിയവനായി പലപ്പോഴും എന്റെ ജീവിതമായി പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി തീരുമാനത്തിലേക്ക് നിൽക്കണം. രാത്രി എത്ര പേര് തീരുമാനിക്കും? നാളെ രാത്രി ഈ വെട്ടം ഇവിടെയില്ല, നാളെ രാത്രി ഈ ശബ്ദം ഇവിടെയില്ല, നാളെ രാത്രി നിങ്ങളോട് സംവാദിക്കുന്ന ഒരു ശബ്ദം ഇവിടെയില്ല. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാഭിയുക്തരായി നിങ്ങൾ നിൽക്കുകയാണ്. നിങ്ങളുടെ വിഷയം എന്തുവാകട്ടെ അത് ദൈവത്തോട് പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില വ്യക്തിജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങുകയാണ്. തലമുറകളുടെ മേൽ നോട്ടം വിട്ടുകൊണ്ട് സാത്താന്യ ശക്തി വല്ലാതെ കയറിക്കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഭരിക്കുവാൻ തുടങ്ങും. രാത്രി ജയം നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. അവൻ യോഗ്യൻ. ജയവും മഹത്വവും സ്തോത്രവും കൈപ്പറ്റുവാൻ യോഗ്യനായ കർത്താവിന്റെ മുൻപാകെ ഇന്ന് രാത്രി നിങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കൂ. പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അതെ, ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് ആത്മീയ വിഷയത്തിൽ മുന്നേറുവാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താല്പര്യമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി താല്പര്യപ്പെടുന്നവരെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുന്നവരെ, യേശുവിന്റെ വേലാവസരമായി ചെയ്യുവാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടൂ. ഇന്ന് രാത്രി വലിയ പ്രാർത്ഥനയുടെ വലയം നടക്കുവാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങളെ അവകാശം ചെല്ലുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി താല്പര്യമുള്ളവർ അതടങ്ങളിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൂ. പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങൾ ഉയർത്തപ്പെട്ട ഓർത്തിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ എനിക്ക് അവസരമല്ല എങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ മുന്നോട്ട് കടന്നു വരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി നാം എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യാശയുടെ പാട്ടിന്റെ പല്ലവി പാടുമ്പോൾ പ്രാർത്ഥനയ്ക്കായുള്ളവർ മുമ്പോട്ട് കടന്നു വന്നോളൂ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്.